ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങൾ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്ന് ഈ ഒരു ആഴ്ചയിലെ പുതിയൊരു ട്രേഡിംഗ് ഡേയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനുമുണ്ട്. ഏതായാലും ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ച അനിശ്ചിതാവസ്ഥ തന്നെയാണ് ഒരു ഹഡിലായിട്ട് നിലനിൽക്കുന്നത്. ട്രേഡ് ഡീലിൽ അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ല. ഏതായാലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരുന്ന 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഒരു മിനി ഡീലിൽ സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യതകളാണ് കാണിക്കുന്നത്. അതേസമയം US-ഉമായി കരാറിൽ ഏർപ്പെടാത്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 1 മുതൽ താരിഫ് പ്രാബല്യത്തിൽ വരുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഏതായാലും ബോൾ വീണ്ടും അമേരിക്കയുടെ കോർട്ടിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സോ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാസ്റ്റ് വീക്കിൽ തന്നെ ഒരു കോഷ്യസ് ഒപ്റ്റിമിസം സ്റ്റാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ജാസ്മിൻ, ഇത് ആക്ച്വലി സത്യം പറഞ്ഞ ഒരു സൂപ്പർ സൺഡേ തന്നെയായിരുന്നു ഇന്നലെ എന്നുള്ള കാര്യത്തിൽ. ഒന്നാമത്തെ കാര്യം സന്തോഷകരമായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെയാണ്. അതായത് വി ഹാവ് രജിസ്റ്റേർഡ് എ ബ്യൂട്ടിഫുൾ വിൻ. അതായത് അത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിക്ടറി, വെറും ഒരു വിജയം മാത്രം ആയിരുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല സന്തോഷകരമായിട്ടുള്ള കാര്യം, സാധാരണ എപ്പോഴും നമ്മൾ ഇന്ത്യക്ക് പറ്റുന്നത് ക്യാപ്റ്റൻസി പ്രഷർ വരുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ മിത്തിനെയൊക്കെ അങ്ങ് മാറ്റി, അല്ലെങ്കിൽ ആ ഒരു റൂളൊക്കെ അങ്ങ് മാറ്റി വെച്ച് ശുഭ്മൻ ഗിൽ ഏതാണ്ട് ഈ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് വായിക്കുമ്പോൾ മനസ്സിലായത് 148 കൊല്ലത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ ഇന്നിങ്സിൽ ഡബിൾ സെഞ്ചുറിയും രണ്ടാമത്തെ ഇന്നിങ്സിൽ 150 നേടുന്ന ആദ്യത്തെ ബാറ്റ്സ്മാനായി മാറി ശുഭ്മൻ ഗിൽ എന്നുള്ളത് വലിയൊരു വേൾഡ് റെക്കോർഡിന് ഒരു അത്ഭുതം തന്നെയാണെന്നുള്ളത്. അതായത് ഫസ്റ്റ് ഇന്ത്യൻ ടു സ്കോർ 400 റൺസ് ഇൻ എ സിംഗിൾ മാച്ച്. 87 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ സന്തോഷം തരുന്ന കാര്യം, ആകാശ് ദീപ് ഏതാണ്ട് 6 വിക്കറ്റ്സ്, അതായത് സെക്കൻഡ് ഇന്നിങ്സിൽ 6 വിക്കറ്റ്സ്, ഫസ്റ്റ് ഇന്നിങ്സിൽ 4 വിക്കറ്റ്സ് എടുത്ത് ടോട്ടൽ 10 വിക്കറ്റ് ഹോൾ എന്ന് പറയുന്നതും കൂടെ സന്തോഷകരമായ. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് നമ്മുടെ രക്തത്തിൽ ഉള്ളതാണല്ലോ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ മാർക്കറ്റ്, ക്രിക്കറ്റ്, ടെന്നീസൊക്കെ നമ്മൾ എന്നും ഡ്രൈവ് ചെയ്യുന്ന കാര്യമാണ്. വിംബിൾഡന്റെ ന്യൂസുകൾ ചിലപ്പോൾ പറയാനുണ്ടാവും ഇനി വരാൻ ദിവസങ്ങളിൽ. അപ്പോൾ ഇതാണ് നമുക്കൊരു തുടക്കം തന്നെ പറയുന്ന ഒരു ഹാപ്പി സൺഡേ, അല്ലെങ്കിൽ ഒരു ഹാപ്പി എന്താ പറയുക ഒരു വീക്കെൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനില്ല. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഹെഡ്ലൈൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു US മാർക്കറ്റ്, അതായത് 4th of July സാറ്റർഡേ ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് വലിയ ക്യൂസ് ഒന്നുമില്ല. കാര്യം അവിടെ ഒരു ഫെഡ് ഹോളിഡേ ആണ്, കാര്യം അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോ S&P ഒക്കെ എന്താണ് എന്ന് നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാൻഡ് ഓവർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നേരത്തെ പറഞ്ഞ പോലെ ആ 90 days എന്ന് പറയുന്ന കട്ട് ഓഫ് പീരീഡ് നടക്കുകയാണ്. അതായത് അതിലേക്ക് നിയർ ചെയ്യണം നമ്മൾ. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള. ഈ 90 day എന്ന് പറയുമ്പോൾ ജൂലൈ 8 ഈവനിങ് മുതൽ ജൂലൈ 9 മോർണിംഗ് വരെ, അതാണ് ആ ടൈം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ജൂലൈ 8 എന്ന് പല ആർട്ടിക്കിളും പറയും, ജൂലൈ 9 എന്നും ആർട്ടിക്കിൾ പറയും. ഇതാണ് അതിൻ്റെ കണക്ക്. 8 വൈകുന്നേരം മുതൽ 9 മോർണിംഗ് വരെ, ആ സമയത്തിനാണ് നമ്മൾ ഈ മൊറട്ടോറിയം കട്ടാവുന്ന സമയം എന്ന് പറയാനായിട്ട്. ഇതുവരെ നമുക്ക് US-ൻ്റെ ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് ആയിട്ടുള്ള 2 ട്രേഡ് ഡീലേ നടന്നിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് UK, രണ്ടാമതെന്ന് പറയുന്നത് വിയറ്റ്നാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചൈനയായിട്ടൊരു ട്രേഡ് ഡീൽ ആയിട്ടില്ല. അവർ ആ ഫ്രിക്ഷൻ ഒന്ന് കുറച്ചു എന്ന് മാത്രം. അതായത് രണ്ടുപേരും അൺനാച്ചുറൽ ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള ടാക്സസ് 150, 125, 200, 250 എന്നൊക്കെ വെച്ചത് ഒന്ന് കുറച്ചൊരു മീനിങ് ഫുൾ ലെവലിലേക്ക് കൊണ്ടുവന്നു എന്നല്ലാതെ അവിടെയും ട്രേഡ് ഡീൽ ആയിട്ടില്ല എന്നുള്ളതാണ്. ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് ഡീൽ, ഒരു മിനി ട്രേഡ് ഡീൽ നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. മിനി ട്രേഡ് ഡീൽ വെച്ചിട്ട് അതിൻ്റെ കോൺടോഴ്സ് ഓഫ് ദ ഡീൽ എന്ന് പറയുന്നത് പിന്നെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഡെലിഗേഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് US-ൽ നിന്ന് തിരിച്ചെത്തി. നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലിൻ്റെ വാക്കുകൾ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ഡെഡ് ലൈൻ അല്ല നമ്മുടെ ഇഷ്യൂ. ഒരു ട്രേഡ് ഡീൽ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിരിക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ കൺട്രിയുടെ ഇൻട്രസ്റ്റ് മുന്നിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ട്രേഡ് ഡീൽ സംസാരിക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ട്രേഡ് ഡീല് നടക്കുമോ ഈ പറയുന്ന ഡേറ്റ് എന്നൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. എന്നാൽ പല റിപ്പോർട്ടുകളും പറയുന്നത് വി ആർ ജസ്റ്റ് 24 hours to 48 hours എവേ. അതായത് ജൂലൈ 8, 9 എന്ന് പറയുന്ന ഡേറ്റുകൾ വരുന്നതിന് മുമ്പേ ഇനി ഏത് നിമിഷം വേണമെങ്കിലും ട്രേഡ് ഡീൽ നടന്നേക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ദ ബോൾ ഈസ് ഇൻ US-ന്റെ കോർട്ടിൽ. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, കൊടുക്കാനുള്ള പ്രപ്പോസൽസ് ഒക്കെ വെച്ചു. ഇനി US ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള നമ്മൾ ഇത് പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ട്രേഡ് ഡീൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫാക്ടറിങ് ചെയ്തിരിക്കുന്നത്, അതായത് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ ഫാക്ടറിങ് ചെയ്തിരിക്കുന്നത് ട്രേഡ് ഡീൽ നടക്കും,
ട്രേഡ് ഡീൽ പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ട്രേഡ് ഡീൽ നടന്നില്ല എന്നിടയിൽ മാർക്കറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായിട്ട് നമ്മുടെ മൈഫിൻ റിസർച്ച് ഡെസ്കിൽ നിന്ന് നമ്മൾ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു. ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി US എന്ന് പറയുന്ന കൺട്രിയും US ബിസിനസ്സുകളും US സിറ്റിസൻസുമാണ്. നമ്മളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണോ US എക്സ്പോർട്ട് ചെയ്തിരുന്നത് ആ എക്സ്പോർട്ടിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രണ്ട്, ഇനിയിപ്പം നമ്മൾ US തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ US പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് വിൽ ബി സബ്ജക്റ്റഡ് ടു ലോഡ് ഓഫ് കോമ്പറ്റീഷൻ ഫ്രം US കമ്പനീസ് എന്നുള്ളതോടെ പറഞ്ഞു വെക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇറ്റ് കട്ട്സ് ബോത്ത് വേസ്. ഡാംഡ് ഇഫ് യു ഡിഡ്, ഡാംഡ് ഇഫ് യു ഡോണ്ട്. അതായത് ഹെഡ്സ് യു വിൻ, ടെയിൽസ് ഐ ലൂസ് എന്നുള്ള രീതിയിലാണ് ഈ ട്രേഡ് ഡീൽ കിടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമുക്കറിയാലോ, ഈ നേരത്തെ സ്കോട്ട് ബെസന്റ് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഓഗസ്റ്റ് 1 മുതൽ സൈൻ ചെയ്യാത്ത കൺട്രീസിന് ടാരിഫ് എഫക്റ്റീവായിട്ട് വരും August 1. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് സ്കോട്ട് ബെസന്റ് വാക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 9 എന്ന് പറയുന്ന ഡേറ്റ് വെറും സിംബോളിക്കാണ്. നമുക്ക് ഓഗസ്റ്റ് വരെ സമയമുണ്ട് എന്നുള്ളതും കൂടെ പറഞ്ഞു വെക്കുന്നു. മാർക്കറ്റ് അത് ബിൽറ്റ് ഇൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ വലിയ പാനിക് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാവാത്തത്. കാര്യം ഓഗസ്റ്റ് 1 വരെ സമയം കൊടുത്തു. 9 എന്ന് പറയണമെങ്കിലും ജസ്റ്റ് സിംബോളിക്കായിട്ട് മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 2 കീ ഇവൻറ്റ്സ് ആണ് കഴിഞ്ഞ ആഴ്ച നടന്നത് നമുക്കറിയാം. ഒന്ന്, ട്രംപിന്റെ പാസേജ് ഓഫ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, അല്ലെ, സ്പെൻഡിങ് ബിൽ എന്നുള്ളത് പാസ്സായിരിക്കുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് അറിയാം എന്നുള്ളതാണ്. അതിന്റെ വോട്ടിംഗ് തന്നെ നമ്മൾ പറഞ്ഞു, അതിന്റെ വോട്ടിംഗ് തന്നെ പറഞ്ഞു സ്ലൈറ്റ് ആയിട്ടാണ് ജയിച്ചു പോയത്. 218, 214 അങ്ങനെ കണ്ടാണെന്നാണ് എന്റെ ഓർമ്മ. അത് കൂടാതെ അതിന്റെ ഔട്ട്കം എന്താണ്? നമ്മുടെ ഇലോൺ മസ്ക് പുതിയ പാർട്ടി, അതായത് അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ എതിരായിട്ട് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും കൂടാതെ പുതിയൊരു പാർട്ടിയുടെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് പ്ലഞ്ച് ചെയ്തു എന്നുള്ളതാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. രണ്ടാമത്, ഈ വിയറ്റ്നാമിൻ്റെ ഡീൽ, നമ്മൾ വിയറ്റ്നാമിൻ്റെ ഡീൽ പറഞ്ഞല്ലോ, അതായത് US പറഞ്ഞിരിക്കുന്നത് US വിയറ്റ്നാം കയറ്റുമതി ചെയ്യുന്നതിൻ്റെ തിരുവ അല്ലെങ്കിൽ ടാരിഫ് എന്ന് പറയുന്നത് 20% ആണ്. അത് മാത്രമല്ല, വേറെ കൺട്രീസ് ഓഫ് ഒറിജിനിൽ നിന്ന് വന്ന് വിയറ്റ്നാമിൽ വന്ന് റീപാക്കേജ് റീറൂട്ട് ചെയ്ത് വരുന്ന ട്രേഡ്, അതായത് ഇപ്പോൾ ചൈനയ്ക്കൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് US ഉണ്ടല്ലോ, അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി വിയറ്റ്നാം എന്ന് പറയുന്ന ബിനാമി രാജ്യത്തിൽ കൂടെ വരികയാണെങ്കിൽ അതിന് 40% എന്ന് പറഞ്ഞു. ബട്ട് ഇൻ റിട്ടേൺ US എന്താ കിട്ടിയത്? ഫ്രീ എൻട്രി, അതായത് ഫ്രീ എൻട്രി ടു വിയറ്റ്നാം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ $3 ബില്യൺ ആഗ്രി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാന്ന് കൂടെ, ഇയർലി പർച്ചേസ് ചെയ്യുന്നതോടെ വിയറ്റ്നാം പറഞ്ഞു വെച്ചു. ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് മുന്നോട്ട് പോവോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ US ഇത് ടെംപ്ലേറ്റ് ആയിട്ട് വെച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളായിട്ട് സാധാരണ അൺലൈക്ലി നടക്കാൻ ചാൻസ് ഇല്ല. ഈ ഫിലിപ്പീൻസ് പോലത്തെ, വിയറ്റ്നാം, മെക്സിക്കോ പോലത്തെ കൺട്രീസ്, ഈ റീറൂട്ടിംഗ് ട്രേഡ് വരുന്ന കൺട്രീസിനായിരിക്കും ഈ ഒരു ടെംപ്ലേറ്റ്. എങ്കിലും നമുക്കറിയില്ല, കാര്യം ട്രംപിന്റെ ഭാഗത്തു നിന്ന് എന്ത് വേണമെങ്കിലും നടക്കാന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ US ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നോക്കുകയാണെങ്കിൽ 3 ജൂലൈ ആയിരുന്നു, അതായത് വ്യാഴാഴ്ച ഈവനിങ് നമുക്ക് ഇതായിരുന്നു എന്നുള്ള. അതും ഒരു ഷോർട്ട് സെഷൻ ആയിരുന്നു കേട്ടോ. കാര്യം 4-ാം തീയതി അവധി ആയതുകൊണ്ട് അന്ന് 3-ാം തീയതി പെട്ടെന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യും. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലേക്ക് പോവുക, പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോവുക എന്നുള്ള. അന്ന് S&P ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ഒരു ദിവസം തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ന് രാവിലെ നോക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസസ് ഡൗൺ ആണ്. ഏതാണ്ട് 1.1% അടുപ്പിച്ച് ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, OPEC അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, അതായത് മോർ ബാരൽസ് ഓഫ് ഓയിൽ ഈസ് കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ്. അത് കാരണം ഓയിൽ പ്രൈസസ് ഡൗൺ ആണെന്നുള്ളതും പറഞ്ഞു വെക്കുന്നു. പിന്നെ Q1 റിസൾട്ട്സ് തുടങ്ങുകയാണ്, പലതും വന്നു തുടങ്ങി, ജൂബിലന്റ് ഫുഡ് വർക്ക്സ് ഒക്കെ വന്നു തുടങ്ങി എന്നുള്ളതാണ്. Q1 റിസൾട്ടിൽ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഈ പറയുന്ന പോലെ ഒന്നാമത്തെ കാര്യം നല്ല ഭേദപ്പെട്ട ക്വാർട്ടറിൽ. രണ്ടാമത്, നമ്മുടെ നിഫ്റ്റിയുടെ വലിയൊരു കമ്പോസിഷൻ ബാങ്ക്സ് തന്നെയുണ്ട്, 30%. ഈ ബാങ്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് നിരന്തരമായി ലാസ്റ്റ് ഒരു RBI പോളിസി മീറ്റിൽ ഏതാണ്ട് 50 ബേസിസ് പോയിന്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു, അല്ലെ. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തപ്പോൾ ഈ റേറ്റ് കട്ട് അവരുടെ ലോണിലേക്ക് പാസ് ചെയ്തു. ബാങ്കിന്റെ ടോട്ടൽ ലോൺ ബുക്ക് ഇല്ലേ, അതിന്റെ 40 തൊട്ട് 42% ഇതേപോലെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുത്താൽ, അപ്പോൾ RBI കട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലോൺ എടുത്തവർക്ക് പാസ് ഓൺ ചെയ്യണം. അപ്പോൾ അവരുടെ EMI കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ബാങ്കിന്റെ വരവ് കുറഞ്ഞു എന്നുള്ളത്. എന്നാൽ ഡെപ്പോസിറ്റ്സ് ആയ സേവിങ്സ് ബാങ്കിന്റെ ഡെപ്പോസിറ്റ്സിലും ഫിക്സഡ് ഡെപ്പോസിറ്റിലും ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതും കുറച്ചു. കാര്യം വെച്ചാൽ നമ്മൾ ഇനി കുറച്ച് കൊടുത്താൽ മതിയല്ലോ ബാങ്ക്. എന്നാൽ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് വരാനായിട്ട് ഒരു ലാഗ് വരും. ഒരു ക്വാർട്ടറോ 2 ക്വാർട്ടറോ ലാഗ് ചെയ്യും. അപ്പോൾ ബാങ്കിങ്ങിന്റെ റിസൾട്ട്സ്, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒന്ന് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്, നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവരുടെ ക്രെഡിറ്റ് ഗ്രോത്തും മോശമായിരുന്നു എന്നുള്ള. അപ്പോൾ ബാങ്കിങ് സ്റ്റോക്സിന് ഈ പറയുന്ന പോലെ വേണ്ട രീതിയിൽ, ഇത് നെഗറ്റീവ് ആണെന്നല്ല, സ്റ്റോക്ക് താഴെ വരുന്നു അല്ല അർത്ഥം, റിസൾട്ട് വേണ്ട രീതിയിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആയിരിക്കില്ല, ചെറിയ ഒരു എന്താ പറയുക ഡീ ഗ്രോത്ത് ചിലപ്പോൾ കണ്ടേക്കാം. അപ്പോൾ 30% ഇൻഡെക്സിൽ കമ്പോസിഷൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ബാങ്ക് നിഫ്റ്റി അല്ല ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ ഒരു പ്രഷർ വന്നേക്കാം എന്നുള്ളതാണ്. എന്നാൽ സിമെന്റ് കമ്പനീസിന്റെ നല്ല രീതിയിൽ റിസൾട്ട് ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. കാര്യം ഒന്നാമത്തെ കാര്യം വെച്ചാൽ അവരുടെ കഴിഞ്ഞ കൊല്ലത്തെ സെയിൽസ് വളരെ മോശമാണ്. അപ്പോൾ
ഇക്കൊല്ലത്തെ സെയിൽസ് ഒരു അത് കഴിഞ്ഞ കൊല്ലത്തെ ബേസ് ആയിട്ട് വയ്ക്കുമ്പോൾ ലോവർ റേറ്റ് ബേസ് എഫക്റ്റിൽ ഇത് ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ട് കണ്ടേക്കാം. അത് കൂടാതെ തന്നെ ഇവർ പ്രൈസ് ഇൻക്രീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഇൻക്രീസും ലോവർ ബേസ് എഫക്റ്റും കാരണം സിമെന്റ് കമ്പനീസിനെ നന്നായേക്കാം എന്നുള്ളതാണ്. നിഫ്റ്റിയുടെ ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 25,331 എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് ലെവൽ കട്ട് ചെയ്ത് താഴോട്ട് പോവാതിരിക്കാനാണ് ഇന്ന് മാർക്കറ്റ് നോക്കേണ്ടത്. അതായിരിക്കും ഒരു ഫ്യൂച്ചർ കോഴ്സ് ഡിസൈഡ് ചെയ്യുക എന്നുള്ള. അപ്പർ എൻഡിലാണെങ്കിൽ 25,575 ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസം പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. അതിനകത്ത് 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഈ ട്രേഡ് ഡീലാണ് ഏറ്റവും വലിയ കാര്യം. അത് സൈൻ ചെയ്യുന്ന വിചാരിച്ചാണ് മാർക്കറ്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. സൈൻ ചെയ്തില്ലെങ്കിൽ അതെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന കമൻട്രി ഏതൊക്കെ കമ്പനിക്ക് അഫക്റ്റീവ് ആയിരിക്കും, ഇന്ത്യൻ മാർക്കറ്റിന് എങ്ങനെ മോശമായിരിക്കും, ഇന്ത്യൻ എക്കണോമിക്. അപ്പോൾ ആ ഒരു സംസാരം അവിടെ നിൽക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എന്താ പറയുക, ഇന്ത്യൻ മാർക്കറ്റ് ഒരു എന്താ പറയുക ഓപ്റ്റിമം ടു ഓവർ വാല്യൂഷൻ ലെവലിലാണ് ട്രേഡ് ചെയ്യണത് എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബേസ്ഡ് ഓൺ ദ ഏർണിങ്സ് കേട്ടോ. ഇപ്പോഴത്തെ ഏർണിങ്സ് വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണെന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. 3, Q1 എക്സ്പെക്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ല. ബാങ്കൊക്കെ തന്നെ ബാങ്ക്സിന് ചിലതായിട്ട് ഈ പറഞ്ഞ പോലെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനൊക്കെ ഒന്ന് കംപ്രസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാലോ ഈ പ്രൊമോട്ടർ സെല്ലിംഗ് നമ്മൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു വെച്ചു. മെയ് മാസം തന്നെ 1 ലക്ഷം കോടിയുടെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലും വഴി നടന്നു. പ്രൊമോട്ടേഴ്സാണ് സെല്ല് ചെയ്തത്. അതിനൊരു നെഗറ്റീവും കൂടെ ഉണ്ട്, അതറിയോ? അതായത് ഇന്ത്യൻ മാർക്കറ്റിന്റെ നിഫ്റ്റിക്ക് എന്നും ഒരു പ്രീമിയം കിട്ടിയിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു സ്കേഴ്സിറ്റി പ്രീമിയം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ കമ്പനികളുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് തന്നെ 50 തൊട്ട് 75% ഓഫ് ടോട്ടൽ ഇക്വിറ്റിയാണ്. അപ്പോൾ ബാക്കി ഒരു 25 to 30% അല്ലെങ്കിൽ 40% ഒക്കെ ട്രേഡ് ചെയ്തിരുന്നുള്ളൂ. നമ്മൾ അതിനാണല്ലോ ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞത്. ആ ഫ്രീ ഫ്ലോട്ട് കുറവായത് കാരണം ഒരു സ്കേഴ്സിറ്റി ഉണ്ട്. അതായത് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഷെയർസ്. ഫ്രീ ഫ്ലോട്ട് കുറവായത് കാരണം ഒരുപാട് പേര് ഒന്ന് മേടിക്കാൻ നേരത്ത് ഇന്ത്യൻ മാർക്കറ്റ് പെട്ടെന്ന് കയറിപ്പോകും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് PE അസൈൻ ചെയ്ത് ലോകം കൊടുത്തിരിക്കുന്നത് ഒരു ഹയർ PE ആണെന്നുള്ള. ഇപ്പോൾ പ്രൊമോട്ടറിന്റെ സെല്ലിംഗ് വന്നതോടുകൂടി പ്രൊമോട്ടറിന്റെ ഹോൾഡിംഗ് കമ്പനികളിൽ കുറഞ്ഞു. അതിൻ്റെ അർത്ഥം ഫ്രീ ഫ്ലോട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ള. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡീവാലുവേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കുമോ എന്നറിയില്ല. നമുക്ക് നോക്കണം. ഞാൻ ഈ പറഞ്ഞ ചലഞ്ചസ് ആണ് കേട്ടോ. മാർക്കറ്റിന്റെ ചലഞ്ചസ് അതേപോലെ നടക്കണമെന്നില്ല. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ജെയിൻ സ്ട്രീറ്റിന്റെ ഇഷ്യൂ ആണ്. ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി AI പവേർഡ് അൽഗോ ട്രേഡിംഗ് ക്വാണ്ട് ട്രേഡിംഗ് കമ്പനീസിന്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വളരെ വലുതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിനെ ബാൻ ചെയ്തിരിക്കുന്നു സെബി, ഒന്നാമത്തെ കാര്യം. അത് കൂടാതെ തന്നെ വേറെ ഒരുപാട് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്. നമ്മൾ നോക്കണമെങ്കിൽ ജെയിൻ സ്ട്രീറ്റ് കൂടാതെ തന്നെ മില്ലേനിയം ഉണ്ട്, സിറ്റാഡൽ ഉണ്ട്, ഓപ്റ്റിവർ ഉണ്ട്, TMC ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമ്പനികൾ ഉണ്ടെന്നുള്ള. അപ്പോൾ അവരുടെ അവരെയും കൂടെ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കൊണ്ടുവന്നാൽ ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ട് കേട്ടോ, ഗ്രാവിറ്റോൺ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് മാർക്കറ്റിൽ കുറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു നെഗറ്റിവിറ്റി വന്നേക്കാം മാർക്കറ്റിൽ ടേൺ ഓവറിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹെഡ്വിൻഡ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ കോഷ്യസ് ഓപ്റ്റിമിസം പറഞ്ഞതെന്നുള്ളതാണ്. പിന്നെ എനിക്ക് ചെറിയ 2-3 ന്യൂസുകളും കൂടെ ലൈവിൽ പോകുന്നതിന് മുമ്പ് പറയണമെന്നുണ്ടായിരുന്നു. ഒന്ന്, ട്രെൻഡിന്റെ കാര്യം. പലരും നമ്മുടെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മളോട് പേഴ്സണലി നമുക്ക് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിനിടയിൽ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ട്രെൻഡ് ഡൗൺ ആയേ എന്നുള്ളതാണ്. അതായത് ട്രെൻഡ് ഹിസ്റ്റോറിക്കലായിട്ട് ലാസ്റ്റ് 5 കൊല്ലം നോക്കുകയാണെങ്കിൽ 35% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്ത്. 35% ഒരു ബിസിനസ് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 35, ആ 35ന്റെ മുകളിലാണ് അടുത്ത 35, അതിന്റെ മുകളിലാണ് അടുത്ത 35. അതായത് വളരെ പ്രീമിയം ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഇത് കാഴ്ചവെച്ചിരുന്നത്. ഇറ്റ്സ് കോൾഡ് ഫിനോമിനൽ ഗ്രോത്ത്. ആ ഫിനോമിനൽ ഗ്രോത്ത് ഏർണിംഗ്സിൽ ഉണ്ടായതോടുകൂടി തന്നെ ഈ സ്റ്റോക്കിന്റെ ഗ്രോത്തും ഫിനോമിനൽ ആയിരുന്നു. അസ്റ്റോണിഷിംഗ് ഗ്രോത്ത് ആയിരുന്നു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടോ മാർക്കറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് നമ്മളൊരു പ്രീമിയം കൊടുക്കും, അല്ലേ? ഇവരാണെങ്കിൽ കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായം പോലെ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ട്രെൻഡിനെ സംബന്ധിച്ച് ഹൈ ഗ്രോത്ത് ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഫണ്ടമെന്റൽസ് ഉണ്ടായിരുന്നു, ടാറ്റ എന്ന് പറയുന്ന പ്രൊമോട്ടർ ആയിരുന്നു, പിന്നെ മാനേജ്മെന്റ് ക്വാളിറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇതൊക്കെ കാരണം തന്നെ ഈ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡിന് കൊടുത്തിരിക്കുന്ന വാല്യുവേഷൻ വളരെ പ്രീമിയം വാല്യുവേഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വില നിങ്ങൾ അതേപോലെ സൂക്ഷിക്കണം. 35% ഗ്രോത്തിന് തന്നിരിക്കുന്ന വാല്യുവേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കാലത്ത് വന്ന മാനേജ്മെന്റ് കമന്ററി അവരുടെ ബിസിനസ് അപ്ഡേറ്റിൽ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ 20% ഗ്രോ. അതായത് 35% ഗ്രോ ചെയ്യുമെന്ന് വിചാരിച്ച് മാർക്കറ്റ് അസൈൻ ചെയ്തിരിക്കുന്ന PE എത്ര? 120 PE ആണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വന്ന് മാനേജ്മെന്റ് പറയുകയാണ് ഞങ്ങളുടെ ഗ്രോത്ത് ഇനി ഹയർ ബേസ് ആയല്ലോ,
ഹയർ ബേസിൽ ഇനി ചിലപ്പോൾ ഒന്ന് സ്ലോ ചെയ്തേക്കാം, ചിലപ്പോൾ ഈ ക്വാർട്ടറിൽ മാത്രം എന്നാണ് അവർ പറയുന്നത്. ഇനി വരാൻ പോണ ക്വാർട്ടറിൽ പ്രശ്നം ഉണ്ടാവില്ല, ഈ ക്വാർട്ടറിൽ ചിലപ്പോൾ 20% മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 35ആണ്. പോട്ടെ, ഒരു 30-25 വരെയൊക്കെ മാർക്കറ്റ് സഹിക്കും. 20% ആണെങ്കിൽ അതിന്റെ വാല്യുവേഷൻ ചീപ്പ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ആ മാനേജ്മെന്റ് ഗൈഡൻസ് കാരണം സ്റ്റോക്ക് ഒന്ന് താഴേക്ക് വന്നതെന്നുള്ള. അപ്പോൾ നമ്മൾ ഈ കുതിരപ്പന്തയം ഹോഴ്സ് റേസ് പോലെയാണ്. എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന ഹോഴ്സിന് നമ്മൾ വെക്കുന്ന ബെറ്റ് അല്ലെങ്കിൽ സ്റ്റേക്ക് വളരെ ഹൈ ആയിരിക്കും അല്ലേ, അതിൽ നിന്ന് എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആണ്. ഒരു പ്രാവശ്യമൊക്കെ തോറ്റാൽ നമ്മൾ പറയും എന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന്. 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തോറ്റാലോ നമ്മൾ ബെറ്റ് വെക്കുന്ന പ്രീമിയം കുറഞ്ഞു വരും. അത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രെൻഡിനും സംഭവിച്ചേക്കണേ എന്നുള്ളതാണ്. പിന്നെ ടാറ്റാ പവറിനെ സംബന്ധിച്ച് വേറൊരു ന്യൂസ് പറയാൻ വെച്ചാൽ ടാറ്റാ പവർ അടുത്ത കാലത്ത് അവർ പറഞ്ഞത് ഗ്രീൻ റിന്യൂവബിൾ എനർജിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു, എക്സ്പാൻഷനൊക്കെ അതിന് വേണ്ടി മാത്രമാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പം മാനേജ്മെന്റ് എൻ ചന്ദ്ര ടാറ്റാ സൺസിന്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതല്ല, ഇൻക്രീസ്ഡ് പവർ ഡിമാൻഡ് കാരണം കോളിലേക്ക് ഇനി ഞങ്ങൾ വലിയ എക്സ്പാൻഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ കമ്പനിയാണ്. കോളിലെ എക്സ്പാൻഷൻ കൂടി നമ്മൾ ആലോചിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ വെറും റിന്യൂവബിൾ എനർജിയിൽ മാത്രമല്ല ടാറ്റാ പവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, കോളിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് തിരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു, മാറ്റി വെച്ചിരുന്ന ബിസിനസ് പ്ലാൻ വീണ്ടും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നുള്ളതാണ്. കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിച്ച് നല്ല ഒരു റിസൾട്ട്സ് ആണ് വന്നതെന്നുള്ളതാണ്. നല്ലൊരു റിസൾട്ട് അത് കാഴ്ചവെച്ചു എന്നുള്ള സ്റ്റോക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു മൈൽഡ് നെഗറ്റീവ് ബയസിലായിരിക്കാം എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് പിസ്സ നന്നായിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ സെല്ല് ചെയ്തു എന്നാണ്. ഹോളിഡേ സീസൺ ആയിരുന്നു, സ്കൂളിലൊക്കെ അവധി ആയതുകൊണ്ട് പിള്ളേരിരുന്ന് കഴിച്ചാണോ എന്നറിയില്ല. ഉഗ്രൻ റിസൾട്ടാണ് ജൂബിലന്റ് ഫുഡ് വർക്ക്സ് കൊണ്ടുവന്നതെന്നുള്ള. 4ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബോറോസിൽ റിന്യൂവബിൾസ് എന്ന് പറഞ്ഞ് സോളാർ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് ഇന്ത്യയിൽ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ GmbH എന്നെങ്ങാണ്ട് പറഞ്ഞിട്ട് അവർക്ക് ജർമ്മൻ സബ്സിഡറി ഉണ്ടായിരുന്നു. അടുത്ത കാലത്തായിട്ട് ജർമ്മൻ സബ്സിഡറി വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. കാര്യം അറിയോ, അവിടേക്ക് ഒരുപാട് ചൈനീസ് ഗുഡ്സ് വന്നിട്ട് ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജർമ്മൻ കമ്പനികൾക്ക് ശരിക്കും പറഞ്ഞാൽ ചൈനീസ് പ്രോഡക്ട്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബോറോസിൽ റിന്യൂവബിൾസിന് ഇവിടെ ഒരു സബ്സിഡറി ഉണ്ടായിരുന്നു ജർമ്മനിയിലേക്കുള്ള. അതിപ്പോൾ ഏതാണ്ട് നിർത്തിയിട്ട് ബാങ്ക്രപ്സി ഫയൽ ചെയ്യണം എന്നുള്ള. അപ്പോൾ അത് കാരണമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബോറോസിൽ റിന്യൂവബിൾസിന്റെ 22% ഓഫ് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഇവരാണെന്നുള്ള. ഏതാണ്ട് 327 കോടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ ഈ ജർമ്മൻ യൂണിറ്റ് ചെയ്ത്. പക്ഷെ അതിന്റെ നെറ്റ് പ്രോഫിറ്റ് ഇല്ല കേട്ടോ, അത് ലോസ് ആണ്. ഈ ലോസ് കാരണം ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു ഗുണം എന്ന് വെച്ചാൽ 9 കോടിയോളം നഷ്ടം എല്ലാ മാസവും ബോറോസിൽ റിന്യൂവൽസ് ഉണ്ടായിരുന്നു ഈ ജർമ്മൻ യൂണിറ്റുകാരൻ. ഇത് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇനി ആ ലോസ് എന്ന് പറയുന്ന സാധനം പോകും. എന്നാൽ സെയിൽസിൽ കുറയുകയും ചെയ്യും. പക്ഷെ നമ്മളൊരു പ്രോഫിറ്റ് ഇല്ലാതെ ഒരു സെയിൽസ് നടത്തിയിട്ട് എന്ത് കാര്യം? അപ്പൊ അവരെ സംബന്ധിച്ച് അതൊന്നും മാറ്റി പിടിച്ചിട്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ആ കമ്പനിക്ക് വളരെ നന്നായി വരുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ ഇൻഡസിൻ ബാങ്കിന്റെയാണ്. ഇൻഡസിൻ ബാങ്കിൽ നമ്മുടെ സുബദ് കപാലി എന്താ പറഞ്ഞ്, നമുക്ക് 1500 കോടി തൊട്ട് 1900 കോടി വരെ ഈ ട്രേഡിംഗ് ഡെസ്കിന് ലോസ് വന്നെങ്കിൽ പോലും ഞങ്ങൾ ഈ ക്വാർട്ടറിൽ പ്രോഫിറ്റ് നന്നായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ടാണ് സ്റ്റോക്ക് അവിടെ ഏതാണ്ട് 630 വന്ന സ്റ്റോക്ക് തിരിച്ചൊന്ന് കയറിയത്. ഇപ്പൊ അവരുടെ ഗൈഡൻസിൽ അല്ല അവരുടെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നപ്പം ലോൺ ഗ്രോത്ത് വളരെ മോശമായിരുന്നു. എസ്പെഷ്യലി ലോൺ ഗ്രോത്ത് കോർപ്പറേറ്റ് ലോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഭേദപ്പെട്ട രീതിയിൽ ഡൗൺ ആണെന്നുള്ളതാണ്. അതുമാത്രമല്ല ഡെപ്പോസിറ്റ്സും ഡൗൺ ആണ്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വീണ്ടും ഹോൾസെയിൽ ഡെപ്പോസിറ്റ്, റീറ്റെയിൽ ഡെപ്പോസിറ്റ് അല്ല ഹോൾസെയിൽ ഡെപ്പോസിറ്റും ഡൗൺ ആയിട്ട് കാണിക്കുന്നു എന്നുള്ള ക്വാർട്ടർലി അപ്ഡേറ്റിൽ എങ്ങനെയാണ് ആ സ്റ്റോക്ക് പെർഫോം ചെയ്യണമെന്ന് കൂടെ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ ലൈവ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ജെയിൻ സ്ട്രീറ്റിന്റെ കാര്യം ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം സ്പോട്ട്ലൈറ്റിൽ ഇന്നൊരു സ്റ്റോക്ക് അവതരിപ്പിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ അല്ല. കാര്യത്തിൽ മാർക്കറ്റിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ട് എന്നുള്ള. ഇപ്പോൾ സ്റ്റോക്ക് പറയുന്നതിനേക്കാളും എന്താണ് ജെയിൻ സ്ട്രീറ്റ്, എന്താണ് കാര്യം, നമുക്ക് വീക്കെൻഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. എന്താണ് ജെയിൻ സ്ട്രീറ്റിന്റെ പ്രശ്നം, എങ്ങനെയാണ് മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യാന്നുള്ള എനിക്കൊന്ന് ലൈവ് അപ്ഡേറ്റിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ ചാൻസ്. ഏതായാലും ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഈ ഒരു വീക്കിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രേഡ് ഡേയിൽ സംബന്ധിച്ചിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റിന് ഒരു ഹഡിലായിട്ട് നിലനിൽക്കുകയാണ്. നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ തന്നെ നോക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് നമുക്ക് ഈ തുടക്ക മിനിറ്റിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്?
ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50 ആണെങ്കിലും നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും നിഫ്റ്റി ബാങ്ക് വളരെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിൽ നിലവിൽ 25,470 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ 27 ഓഹരികൾ നേട്ടം നിലനിർത്തുമ്പോൾ 22 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി 50യിൽ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തേണ്ടി വരുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് റേഞ്ചിലാണ് നിലവിൽ നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 56,972 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 8 ബാങ്കിംഗ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 4 ബാങ്കിംഗ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവ് ഇപ്പോഴുണ്ടാകുന്നു. നിഫ്റ്റി 50യിലെ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസിലേക്ക് നിലവിൽ കടക്കുകയാണെങ്കിൽ മികച്ച ഒരു പെർഫോമൻസ് നിലവിൽ കാഴ്ചവെക്കുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഓഹരികളാണ്. ഏകദേശം 1.25% മുകളിലുള്ള നേട്ടം ഹിന്ദുസ്ഥാൻ യൂണിലിവർ കാഴ്ചവെക്കുന്നു. ഏഷ്യൻ പെയിൻറ്റ്സ് 1% HDFC ലൈഫ് ട്രെൻഡ് ഓഹരികൾ നിലവിൽ ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം ഈ ഓഹരികളും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് നിലവിൽ കാഴ്ചവെക്കുന്നു എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓഹരികൾ ഏകദേശം 2% മുകളിലേക്ക് ഉള്ള ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. ടെക് മഹീന്ദ്ര HCL ടെക് ഓഹരികൾ 0.25%, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികളാണെങ്കിൽ ഏകദേശം 1% മുകളിലുമുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇറ്റേണൽ ഓഹരികൾക്കും നിലവിൽ ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവ് നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് രേഖപ്പെടുത്തുന്നു എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ 56,978 എന്ന് പറഞ്ഞ് സ്ഥിതി ചെയ്യുന്ന നിഫ്റ്റി ബാങ്കിൽ നിന്ന് കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുമ്പോൾ ഒരു മികച്ച ട്രേഡിംഗ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഹരികളാണ്. ഏകദേശം 1% ഒരു നേട്ടം ബാങ്ക് ഓഫ് ബറോഡ കാഴ്ചവെക്കുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു 0.25% നേട്ടം. IDFC ഫസ്റ്റ് ബാങ്ക്, HDFC ബാങ്ക് എന്നീ ഓഹരികൾ ഒരു മാർജിനലായ ഒരു നേട്ടം നിലനിർത്തുമ്പോഴും മറ്റ് ബാങ്കിംഗ് ഓഹരികളായിട്ടുള്ള ICICI ബാങ്ക് 0.5% മുകളിലുള്ളൊരു ഇടിവ് ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നീ പറയുന്ന കമ്പനികൾ രേഖപ്പെടുന്നു. സ്റ്റേറ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവിലേക്ക് സ്റ്റേറ്റ് ബാങ്കിനും ഇപ്പോൾ കടക്കേണ്ടി വന്നിരിക്കുന്നു എന്നൊരു കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ആകെ ഒരു മിക്സഡായ ഒരു രീതിയിൽ തന്നെയുള്ളൊരു ട്രേഡിംഗ് ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയും ചില സെക്ടേഴ്സ് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നിഫ്റ്റി FMCGയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കുമ്പോൾ നിഫ്റ്റി മീഡിയ 1.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു നേട്ടം നിഫ്റ്റി മീഡിയ സൂചികയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. നിഫ്റ്റി FMCGയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടത്തോടു കൂടി 50,313 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി FMCGയെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഓഹരികൾക്ക് ഏകദേശം 5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒന്നാം പാദത്തെ ബിസിനസ് അപ്ഡേറ്റ് മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. വളരെ ശക്തമായൊരു പെർഫോമൻസ് തന്നെ, ഒരു ബിസിനസ് അപ്ഡേറ്റ് തന്നെ നൽകാൻ വേണ്ടിയിട്ട് ഗോദ്രേജ് കൺസ്യൂമേഴ്സിന് സാധിച്ചിരുന്നു. ഈ ഒരു വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് നിലവിൽ ഏകദേശം ഒരു 5% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം നിലവിൽ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഓഹരി ഇപ്പോൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഡാബർ ഇന്ത്യയാണ്. ഡാബർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് മികച്ച രീതിയിലുള്ളൊരു ഒന്നാം പാദ ബിസിനസ് അപ്ഡേറ്റുകളും മറ്റുമൊക്കെ കാഴ്ചവെക്കാൻ കമ്പനിക്കും സാധിച്ചിരുന്നു. ഡാബർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നുവാമ നിലവിൽ ഡാബർ ഇന്ത്യക്ക് ഏകദേശം ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 615 രൂപയാണ്. നിലവിലെ ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 511 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഡാബറിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നുവാമ ഇപ്പോൾ ഡാബറിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 2026 ഒന്നാം പാദത്തിലെ കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് എസ്റ്റിമേറ്റുകളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഡാബറിന് സാധിച്ചു. കൂടാതെ കമ്പനിയുടെ വരുമാനത്തിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിലും ഏകദേശം 2.1% ഒരു വളർച്ച കമ്പനിക്ക് ഇയർ ഓൺ ഇയറിൽ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. 2025 മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഉള്ളൊരു തോതിലുള്ളൊരു വളർച്ചയില്ലെങ്കിൽ കൂടിയും ശക്തമായൊരു പെർഫോമൻസ് തന്നെ ഉണ്ടാകുന്നു. കമ്പനിയുടെ ഡൊമസ്റ്റിക് ബിസിനസ്സിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിലും ഇയർ ഓൺ ഇയറിൽ ഏകദേശം ഒരു 3% ഒരു ഇടിവുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 17% ഒരു വളർച്ച കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഡാബറിന് സാധിക്കും. കൂടാതെ കമ്പനിയുടെ മറ്റ് ബിസിനസ്സായിട്ടുള്ള ഹെൽത്ത് കെയർ പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഡാബറിന് സാധിക്കുമെന്നും കമ്പനിയുടെ ജ്യൂസസ് ആണെങ്കിലും കോക്കനട്ട് വാട്ടർ സെഗ്മെൻ്റ് ആണെങ്കിലും മറ്റുമൊക്കെ 2026 ഒന്നാം പാദത്തിൽ ഏകദേശം ഒരു 13 മുതൽ 15% ഒരു വളർച്ച കാഴ്ചവെക്കാനും സാധ്യതയുണ്ട് എന്നൊരു കാര്യമാണ് ഇപ്പോൾ നുവാം ഇപ്പോൾ ഡാബറിനെ പറ്റി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ മറ്റ് പെർഫോമൻസും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിലും ഒരു നിയർ ടേമിൽ കമ്പനിയുടെ സ്റ്റോക്കിന് ശക്തമായൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുമെന്നും നുവാമ ഇപ്പോൾ ഡാബറിനെ കുറിച്ച് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്കൊരു ബ്രോക്കറേജ് റിപ്പോർട്ടായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. മറ്റ് കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ ഏകദേശം 1% ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം 0.25%
1% ഒരു നേട്ടവും റാഡിക്കോ ഖേത്താൻ്റെ ഓഹരികൾ 0.5% ഇടിവും രേഖപ്പെടുത്തുമ്പോൾ കോൾഗേറ്റിൻ്റെ അടക്കം ഓഹരികൾക്ക് ഏകദേശം 1.5% ഒരു നേട്ടം കോൾഗേറ്റ് പാമോലിവിൻ്റെയും ബൽറാംപൂർ ചീനി മിൽസും നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തതായി മറ്റൊരു മികച്ചൊരു പെർഫോമൻസ് നടത്തുന്ന സെക്ടറായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് നിഫ്റ്റി എനർജിയാണ്. ഏകദേശം ഒരു 0.5% നേട്ടം കാഴ്ചവെച്ചുകൊണ്ട് 36,603 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി എനർജിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ട്രേഡിംഗ് നടക്കുന്നത്. നിഫ്റ്റി എനർജിയിൽ നിന്ന് ജയ്പ്രകാശ് പവർ കാഴ്ചവെക്കുന്ന ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി എനർജി സൂചികയെ മുന്നോട്ട് നയിക്കുന്നത്. ഏകദേശം 9.4% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ജയ്പ്രകാശ് പവറിന് സാധിക്കുന്നു. JSW എനർജി പരിശോധിക്കുകയാണെങ്കിൽ 2%, ത്രിവേണി ടർബൈൻസിൻ്റെ ഓഹരികൾക്ക് 1.25% ഒരു ശക്തമായൊരു പെർഫോമൻസും കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഓഹരികൾക്ക് 1% മുകളിലുള്ളൊരു നേട്ടവും ഉണ്ടാകുന്നു. ഭാരത് ഹെവി ഇലക്ട്രിക്സിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 1% ഒരു ഇടിവും, CG പവറിൻ്റെ ഓഹരികൾ 0.5%-ഓളമുള്ളൊരു ഇടിവും, മഹാനഗർ ഗ്യാസ് ഓഹരികളും ഇതേ തോതിൽ തന്നെയുള്ളൊരു ഇടിവും നിലവിൽ ഇപ്പോൾ നിഫ്റ്റി എനർജിയിൽ നിന്ന് ഇപ്പോൾ കാഴ്ചവെക്കുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി മീഡിയ സൂചികയാണ്. ഏകദേശം 1.25% ഒരു ഇടിവ് കാഴ്ചവെച്ചുകൊണ്ട് 1740 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി മീഡിയയിൽ നിന്ന് ഇപ്പോൾ മികച്ച പെർഫോമൻസ് ഡിഷ് ടിവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നൊരു കാര്യമാണുള്ളത്. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ സെക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും നിഫ്റ്റി ബാങ്കും നിഫ്റ്റി 50യും എടുക്കുകയാണെങ്കിലും വളരെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ്, ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്നൊരു നിരക്കിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിഖിലാണ് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നൽകിയത്. സർ, നമ്മൾ ലാസ്റ്റ് ഓപ്പണിംഗ് അവറിൽ നമ്മൾ ജെയിൻ സ്ട്രീറ്റിൻ്റെ കാര്യം ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ ജെയിൻ സ്ട്രീറ്റിന് എന്താണ് സംഭവിച്ചത്, അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ജെയിൻ സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഇന്ത്യൻ വിപണികളെയും നിക്ഷേപകരെയും കൊള്ളയടിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പൊതുവെ ഇപ്പോൾ എല്ലാ മീഡിയയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിനെ മറ്റൊരു ആംഗിളിൽ കൂടി കാണാൻ ശ്രമിക്കുകയാണ്. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എല്ലാ ചർച്ചകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. സോ ജെയിൻ സ്ട്രീറ്റിനെ നമ്മൾ ഇന്ന് എങ്ങനെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്? ഓവർ ടു യു. ജാസ്മിൻ, ഒന്നാമത്തെ കാര്യം തന്നെ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളും ഈ മാധ്യമത്തിന്റെ ഈ ഹോട്ട് സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നമ്മളൊരു റീറ്റെയിൽ ഇൻവെസ്റ്ററാണ് അല്ലേ. നമ്മൾ ട്രേഡറിനോ ഇൻവെസ്റ്ററോ എന്ന് നമ്മളെ വിളിക്കാം. അപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് എന്നല്ല, ഏത് മാർക്കറ്റിലോ അല്ലെങ്കിൽ ലോകത്ത് ട്രേഡിൽ 2 പേര് ചേർന്നാണ് ഒരു ട്രേഡ് ചെയ്യുന്നത് അതല്ലേ. ആ ട്രേഡ് ചെയ്യുമ്പോൾ ഒരാൾ ഗെയിനറും ഒരാൾ ലൂസറും ആവും. അതായത് വൺ മാൻസ് ഗെയിനേഴ്സ് അതർ മാൻസ് ലോസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ജെയിൻ സ്ട്രീറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ ഓരോ പ്രേക്ഷകരും നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ലോസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയ പൈസയാണ് ഈ ജെയിൻ സ്ട്രീറ്റിന്റെ പ്രോഫിറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സിസ്റ്റം, എന്താണ് ഇവിടെ നടക്കണമെന്നുള്ളത് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ചാനൽ എന്ന രീതിയിൽ, മീഡിയ ചാനൽ എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഓബ്ലിഗേഷൻ ഉണ്ട്, ബാധ്യതയുണ്ടെന്നുള്ള. പക്ഷെ നമ്മൾ വളരെ ഇൻസിഗ്നിഫിക്കൻറ്റ് പീപ്പിളാണ്. ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ വളരെ ചെറിയ ആൾക്കാരാണ്. കേരളത്തിൽ തന്നെ നമ്മൾ വളരെ ചെറിയ ആൾക്കാരാണ്. നമ്മൾ വലിയ എക്സ്പേർട്സ് ആണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചും നമ്മുടെ അറിവ് കൊണ്ടും ഈ ജെയിൻ സ്ട്രീറ്റ് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം എന്തെന്നറിയോ, ഈ ഓപ്ഷൻസ് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഒരുപാട് ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ. പഠിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യം, നന്നായിട്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് തെറ്റൂല. പക്ഷേ അതിൻ്റെ രസം എന്ന് വെച്ചാൽ ഒരു ബോംബെ സർക്കിൾസിൽ ഒരു ന്യൂസ് ഉണ്ട്. അത് ഒരു പണ്ട് ഇൻറ്റൻറ്റഡ് ആയിട്ട് ഉദ്ദേശിച്ചാണോ അത് വളരെ സീരിയസ് ആയിട്ടോ പറയുന്നത് അറിയില്ല. ഒരു ഓപ്ഷൻസ് ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന ഒരു വ്യക്തി 8 കോടിയോളം ട്രെയിനിങ് കോഴ്സസിൽ നിന്ന് പൈസ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ എന്തോ മിസ് റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ, അതായത് ഇൻകം ടാക്സിൽ മിസ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാരണത്താൽ ഒരു സ്ക്രൂട്ടണി ഇൻകം ടാക്സിന് നടന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം 8 കോടി, അതായത് 8 ക്രോസോളം വരുമാനം ഈ ട്രേഡിംഗ് ക്ലാസ്സിൽ നിന്ന് നേടി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഓപ്ഷൻസ് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ 2 കോടി നഷ്ടമായിരുന്നു എന്നുള്ളതാണ്. നമുക്കത് മനസ്സിലാക്കാമെന്നുള്ളൂ. കാര്യം ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ നമ്മൾ മാർക്കറ്റിൽ എന്ത് പറഞ്ഞാലും നമ്മുടെ ട്രേഡ് ചിലപ്പോൾ പോസിറ്റീവ് ആണെന്നില്ല. നമ്മൾ ചിലപ്പോൾ ലോസിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ വലിയ വർത്തമാനങ്ങളൊക്കെ ഈ പറയുന്നത്. അതൊക്കെ സർവ്വസാധാരണമാണെന്നുള്ളത്. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്സ്, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് നടക്കും. നമ്മൾ പെർഫെക്റ്റും അല്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ ഇരുന്ന് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാം കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണെന്നും ഇല്ല. ഇതെല്ലാം തന്നെ നമ്മൾ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നത് വി ആർ ഓൾസോ ഹ്യൂമൻസ് ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്ക്. ബട്ട് ഇതിൻ്റെ റിയാലിറ്റി ഒന്ന് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ ഈ പറയുന്നുള്ളൂ. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിൻ്റെ കാര്യം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 23, 2024 സെബിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു.
ഈ സെബിയുടെ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയോ? അനാലിസിസ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ ഇന്ത്യൻ ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റ്. ഇന്ത്യൻ ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റിലെ അനാലിസിസ്, പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് ആൾക്കാർക്ക് അഫക്റ്റ് ചെയ്തേക്കണേ എന്നുള്ള പഠിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അത് 2021 മുതൽ 24 വരെ, കോവിഡിന് ശേഷം 2021 മുതൽ 24 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അവർ പറയുന്ന ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഇതാണ്: 89% to 90% of the people lost money in the market. അതായത് 89% മുതൽ 90% ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെട്ടു. ഏതാണ്ട് 10 തൊട്ട് 11% വരെയുള്ള ആൾക്കാർക്ക് ഇത് ലാഭമായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കൂ. ഇപ്പം 100 രൂപയിൽ 90% നഷ്ടമായി എന്നുള്ളതാണ്, അല്ലേ? 100 രൂപയിൽ 90% നഷ്ടമായി. അത് നേടിയിരിക്കുന്ന ചെറിയ കുറച്ച് ആൾക്കാരാണ് മാത്രമാണ്. അതായത് 90% ഓഫ് ദ പീപ്പിൾ ലോസ്റ്റ് മണി ഫോർ ദ 10% ടു ഏൺ. അതായത് 90% ആൾക്കാരും കൊണ്ടുവരുന്ന കാശ് 10% ആൾക്കാരിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് അർത്ഥം ഓപ്ഷൻ ട്രേഡിങ്ങിൽ. അതാണ് ആ സ്റ്റഡി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതായത് 2021 മുതൽ 24 വരെയുള്ള 3 കൊല്ലത്തിൽ ഈ ക്യുമുലേറ്റീവായിട്ട്, അതായത് 3 കൊല്ലം സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്ററിന് നഷ്ടപ്പെട്ട കാശ് 1.8 lakh crore. 1.8 lakh crore ആണ് 3 കൊല്ലം നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ നഷ്ടമായി എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിൽ ഓൺ ആൻ ആവറേജ് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് 1.1 lakh പെർ ഇയർ പോയി. ഈ 3 കൊല്ലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1.1 lakh പെർ ഇയർ വരെ പോയി എന്നുള്ളതാണ് ഈ സ്റ്റഡി പറയുന്നത്. ഈ 1.1 lakh പെർ ഇയർ എന്ന് പറഞ്ഞൊരു കണക്കാട്ടോ. ടോട്ടൽ, അതായത് ടോട്ടൽ നഷ്ടപ്പെട്ടത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ട്രേഡേഴ്സ് കിട്ടുന്ന ഒരു ഫിഗറാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ എക്സ്പെൻസും കൂടെ ബിൽറ്റ് ചെയ്യണം. അതായത് ഇവർ ട്രേഡ് ചെയ്യാൻ എടുത്ത എക്സ്പെൻസസ് ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നുള്ള പറഞ്ഞു വയ്ക്കണം. കുറച്ചുകൂടെ ഈ ഡേറ്റ സെബിയുടെ റിപ്പോർട്ടിൽ വായിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ 2024 കാശ് നഷ്ടപ്പെട്ടവരിൽ 43% വ്യക്തികളും 30 വയസ്സിന് താഴെയാണ്. അതായത് 30 വയസ്സിന് താഴെയുള്ളവർക്കാണ് കൂടുതലും കാശ് പോയിരിക്കുന്നത്. കാര്യം സെബിയുടെ എല്ലാ ഡീറ്റെയിലും ഉണ്ടല്ലോ. അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ആരാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, അവരുടെ ഏജ് എത്രയാണ്, ഇൻകം പ്രൂഫ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, ചെക്ക് ഡീറ്റെയിൽസ് ഉണ്ട്, പേരുണ്ട്, എല്ലാ KYC ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ആധാർ ഉണ്ട്, എല്ലാ സാധനങ്ങളും അവരിലുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ 40% ആൾക്കാരും 30 വയസ്സിന് താഴെയാണെന്നുള്ളതാണ് ഒരു കണക്ക്. അത് മാത്രമല്ല, അതിനകത്ത് 75, അതായത് ഓപ്ഷൻസിലേക്ക് വന്ന 75% ട്രേഡേഴ്സും കൊടുത്തിരിക്കുന്നത്, ഇൻകം പ്രൂഫിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അവർക്ക് 5 ലക്ഷത്തിന് താഴെയാണ് ഒരു കൊല്ലത്തെ വരുമാനം എന്നാണ്. ഇത് സത്യമാണോ എന്നറിയില്ല, പക്ഷേ അങ്ങനെയാണ് സെബിയുടെ റിപ്പോർട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യണം. സത്യമായിട്ടുള്ള വാർത്തയാണോ ഇൻവെസ്റ്റേഴ്സ് കൊടുത്തതെന്ന് അറിയില്ല, ചിലപ്പോൾ ഫേക്ക് ചെയ്ത് കൊടുത്തായിരിക്കാം. ബട്ട് ലോ ഇൻകം ഗ്രൂപ്പുകളാണ് കൂടുതലും ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസിലേക്ക് വന്ന് പെട്ടു എന്നുള്ള ഇൻഫർമേഷൻ കൂടെ പറയുന്നുണ്ട്. അതിൽ ഈ ജെൻഡർ വൈസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ 91.9% മെന്നാണ്. ഓക്കെ, മെന്നിൻ്റെ ആവറേജ് ലോസ് 88,000 രൂപ. 88,000 രൂപയാണ് മെന്നിന് ആവറേജ് ലോസ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത്. അവർ 91.9% മെന്നാണെന്നുള്ളതാണ്. അതിൽ ഏതാണ്ട് 86.3% ആണ് വിമൻ വരുന്നത്. വിമന് വരുന്ന ലോസ് 75,973. പെണ്ണുങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ആണുങ്ങൾ വെച്ച് കുറവാണെന്നുള്ള ഡേറ്റാസൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ, സെബി പറയുന്നത് ഒരു കൊല്ലത്തെ മാത്രം എക്സാമ്പിൾ നമുക്ക് എടുത്ത് നോക്കാം. ഒരു കൊല്ലത്തെ മാത്രം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2022 സ്റ്റഡി എന്ന് പറഞ്ഞാൽ 2021 മുതൽ നമ്മൾ ഇന്നേ വരയ്ക്കുള്ള സ്റ്റഡി നടന്നു എന്നുള്ള 2022 മാത്രം F&Oയിൽ ടോട്ടൽ ലോസ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് സംഭവിച്ചിരിക്കുന്നത് 51,000 കോടിയാണ്. 51,000 crores. അതിൽ ആ 51,000 crores നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലായിട്ട് അവർക്ക് ട്രേഡ് ചെയ്ത ലോസ് എത്രയെന്നറിയോ? 23,000 കോടി. 51,000 കോടിയിൽ 21,000 കോടിയാണ്, 23,000 കോടിയാണ് ആക്ച്വലി ട്രേഡിംഗ് കാരണം നടന്ന ലോസ്. ബാക്കി 28,000 കോടി എന്ത് ലോസ് എന്നറിയോ? 28,000 കോടിയാണ് രസമായിട്ടുള്ള കാര്യം. എക്സ്പെൻസസ്. എന്താണ് എക്സ്പെൻസസ്? ഫീസ്, ബ്രോക്കറേജ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, അതായത് ബ്രോക്കറേജ് കൊടുക്കുന്നത് ബ്രോക്കിംഗ് കമ്പനിക്ക്, STT കൊടുക്കുന്നവർക്ക് ഗവൺമെന്റ്, GST ഓൺ ബ്രോക്കറേജ് അത് വീണ്ടും ഗവൺമെന്റ് പോകുന്നതാണ്. അതായത് ബ്രോക്കറേജിന് നമ്മളൊരു ഫീ കൊടുക്കുമ്പോൾ, ബ്രോക്കറേജ് കമ്മീഷൻ കൊടുക്കുമ്പോൾ അതിനൊരു GST ഉണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ സെബി ടേൺ ഓവർ ഫീസ്. സെബിക്ക് ടേൺ ഓവർ ഫീസ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? സ്റ്റാമ്പ് ഡ്യൂട്ടി അതാർക്കാ പോകുന്നത്? വീണ്ടും ഗവൺമെന്റാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു അതാ സ്റ്റേറ്റ് ഗവൺമെന്റാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ സ്ലിപ്പേജ്, സ്പ്രെഡ്, ഇമ്പാക്ട് കോസ്റ്റ് എല്ലാം കൂടെ ചേർന്നാണ് ഈ 51,000 കോടിയിൽ 28,000 കോടിയും ഈ എക്സ്പെൻസ് ആണ്. 23,000 കോടിയാണ് ശരിക്കും അവർക്ക് ട്രേഡിംഗ് ലോസ് വരുന്നതെന്നുള്ള. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് ഈ പറയുന്ന പോലെ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. സ്റ്റോക്ക് അല്ല, ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അതായത് നമ്മൾ ഒരു ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രൈസിൻ്റെ, അതൊരു സ്റ്റോക്കിൻ്റെ ആവാം അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെ ആവാം,
അതിനെ ബെറ്റ് ചെയ്യുന്ന, ഇന്നിരുന്ന് ഫ്യൂച്ചർ പ്രൈസിനെ ബെറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന പരിപാടി. ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, പക്ഷേ അറിഞ്ഞുകൂടാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്നുള്ള 2 ടൈപ്പ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോൺട്രാക്റ്റ് ആണ് കേട്ടോ. നമ്മൾ ശരിക്കും സ്റ്റോക്സ് ഓൺ ചെയ്യുന്നില്ല, ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് ഇത്. 2 ടൈപ്പ് ശരിക്കും പറഞ്ഞാൽ കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭാവിയിലെ ഒരു പ്രൈസിനെ ഇന്ന് ലോക്ക് ചെയ്തിടുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ റോ മെറ്റീരിയൽ സ്റ്റീലാണെന്ന് വിചാരിക്കാം. റോ മെറ്റീരിയൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണേ, റൂഫിംഗ് ഷീറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, റൂഫിംഗ് ഷീറ്റ് എന്ന്. അപ്പോൾ സ്റ്റീൽ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ, എൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറയ്ക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കുകയാണ് അടുത്ത മാസം സ്റ്റീൽ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എന്താ ഇന്നത്തെ പ്രൈസ് ലോക്ക് ചെയ്തിട്ടാക്കാം എന്ന് പറഞ്ഞ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഞാൻ മേടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഭാവിയിൽ അത് കൂടിയാലും എനിക്ക് ഇന്നത്തെ പ്രൈസ് നെറ്റ് എഫക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു അല്ലേ, നമ്മൾ ബാംഗ്ലൂരിലോട്ടോ ബോംബെയിലോട്ടോ വേറെ എവിടെയെങ്കിലോട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ വില 5000 ആണ്. നമുക്ക് 20 ദിവസം ഉണ്ട് ട്രാവൽ ചെയ്യാൻ, അല്ലെങ്കിൽ 30 ദിവസം ഉണ്ട് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ അന്നത്തെ ഡേറ്റിന് 1000 രൂപയ്ക്ക് നമുക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാം. ഈ ഹോട്ടൽ ഭയങ്കര വലിയ ഡിമാൻഡുള്ള, ഡേറ്റ് അടുക്കും തോറും, ട്രാവൽ ചെയ്യേണ്ട ഡേറ്റ് എടുക്കും തോറും ചിലപ്പോൾ ഈ 5000 എന്നുള്ള 6000, 7000, 8000 ഒക്കെ ആവാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഇന്ന് തന്നെ 5000 രൂപയ്ക്ക് അത് ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, പറയുന്ന ദിവസം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അന്ന് 8000 രൂപയാണ് അവിടുത്തെ റേറ്റ് ആണെങ്കിൽ പോലും നമ്മൾ 5000 കൊടുത്താൽ മതി. ട്രാവൽ ചെയ്തില്ലെങ്കിലോ ഈ 5000 പോകും. അതാണ് ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാന്നുള്ളത്. എന്നാൽ ഓപ്ഷൻസ് കോൺട്രാക്ട് ഇത് കൂടുതലും നമ്മൾ ഫ്യൂച്ചേഴ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഹെഡ്ജിങ് ടൂളായിട്ടാണ്. അതായത് ഹെഡ്ജ് ചെയ്യുന്നത്, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന പ്രൈസ് റൈസ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നേ ആ പ്രൈസ് ലോക്ക് ചെയ്തിടുന്നതാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിന്റെ പ്രത്യേകത. അതിനെ ഹെഡ്ജിങ് ടൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും ഇതിനകത്ത് ട്രേഡ് ചെയ്യാനല്ല നമ്മൾ വരേണ്ടത്, നമ്മൾ ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ബിസിനസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഹെഡ്ജിങ് ടൂളായിട്ട് വേണം നമ്മൾ ഇതിനെ യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതുകൂടാതെ ഈ ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് പോലെ തന്നെയാണ്, കുറച്ച് അഡീഷണൽ ബെനിഫിറ്റും കൂടെ ഓപ്ഷൻസ് കോൺട്രാക്റ്റിലുണ്ട്. അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഹോട്ടൽ റൂമിൻ്റെ ബുക്കിംഗ് തന്നെ എടുക്കാം. നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് 5000, ഇന്ന് 5000 രൂപയാണ്, ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് 8000 വില കൂടുകയും ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ഫുൾ 5000 അടച്ച് റിസർവ് ചെയ്തിട്ടു, ട്രാവൽ ചെയ്തതിലേക്ക് 5000 പോവും. ട്രാവൽ ചെയ്യണമെങ്കിൽ 5000 തന്നെ നമുക്ക് പേ ചെയ്താൽ മതി എന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 5000 അടയ്ക്കേണ്ട, പകരം 500 എന്ന് പറയുന്ന ഒരു പ്രീമിയം മാത്രം അടച്ചാൽ മതി. അതായത് നമ്മൾ എന്താ ചെയ്യണേ, വി റിസർവ് ദ റൈറ്റ് ടു സ്റ്റേ. ഫ്യൂച്ചേഴ്സ് പോലെ റൈറ്റ്, അതായത് നമ്മൾ ചിലപ്പോൾ അവിടെ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ റിസർവ് ദ റൈറ്റ് ടു സ്റ്റേ. അതുകൊണ്ട് നമ്മൾ 5000 അടയ്ക്കുന്നില്ല, 500 അടയ്ക്കുന്നുള്ളൂ. നമ്മൾ കറക്റ്റ് ദിവസം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5000 കൊടുത്ത് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഇനി നമ്മളത് ട്രാവൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അടച്ച 500 മാത്രമേ പോകുള്ളൂ. അപ്പോൾ ഫ്യൂച്ചേഴ്സിനെ കാട്ടിലും കുറച്ചുകൂടി കളിക്കാൻ പറ്റാവുന്ന, അതായത് നമ്മുടെ മെന്റലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഭാഗം ഓപ്ഷൻസിനകത്തുണ്ട്. ഇത് കാരണം കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഓപ്ഷൻസിലേക്ക് ഇതിനകത്തേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഈ സെബിയുടെ ഔട്ട്കം എന്താ, സ്റ്റഡിയുടെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവണമെന്ന് വെച്ചാൽ, സെബി റെക്കഗ്നൈസ് ചെയ്ത ഒരു കോൺട്രാക്ട്, ഡെറിവേറ്റീവ് കോൺട്രാക്ട് തന്നെയാണ് ഓപ്ഷൻസ്. അപ്പോൾ സെബിക്ക് അറിയാം ഇതിനകത്ത് എന്താണ് ഓപ്ഷൻസ് എന്നുള്ളത്. നമ്മളെക്കാളും നന്നായിട്ട് സെബി തന്നെയാണല്ലോ റൂൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ സെബിക്ക് അത് നന്നായിട്ട് അറിയാം. സെബിക്ക് നന്നായിട്ട് അറിയാം, റിപ്പോർട്ട് കൊണ്ടുവന്നപ്പം 89 മുതൽ 90% ഓഫ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പൈസ പോവുകയാണെന്നും, വളരെ 10%, 15% വലിയ പ്ലെയേഴ്സാണ് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കണമെന്ന് സെബിക്ക് നന്നായിട്ട് അറിയാം. സെബി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ 100 പേരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ 100 പേരും ലോസ് ഉണ്ടാക്കുന്നു. കുറച്ച് ലൂസേഴ്സും കാണും, കുറച്ച് ഗെയിനേഴ്സും കാണും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ സെബിക്ക് നമ്മളെക്കാട്ടിലും ഉണ്ട്. വിന്നർ ടേക്സ് ഇറ്റ് ഓൾ, അതായത് ജയിക്കുന്നവൻ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെന്ന് സെബിക്ക് നന്നായിട്ട് അറിയാം. കൊല്ലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. റീറ്റെയിലേഴ്സ് പൊട്ടിയിരിക്കുകയാണെന്നും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പറയേണ്ട കാര്യം ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയാം, ആരൊക്കെയാണ് ഏൺ ചെയ്യുന്നത്? സെബി. ഇതിന്റെ നമ്മൾ പറഞ്ഞല്ലോ 51,000 കോടിയിൽ 28,000 കോടിയും എക്സ്പെൻസും ഫീസുമാണ്. അതിന്റെ ബെനിഫിഷ്യറി ആരാന്ന് വിചാരിച്ചിട്ടാ? ഒന്നാമത്തെ ആള് സെബി തന്നെയാണ്. രണ്ടാമത്തെ ആള് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. NSE എന്ന് പറയുന്നത്, NSEയിലാണ് ചെയ്യണമെങ്കിൽ NSE തന്നെയാണ്, അല്ലെങ്കിൽ BSE ആണ്. പിന്നെ ബ്രോക്കേഴ്സ്, നമ്മൾ എവിടെയെങ്കിലും അക്കൗണ്ട് തുടങ്ങുമല്ലോ, അവർക്കും അത് ബെനിഫിറ്റ് ചെയ്യണം എന്നുള്ള. പിന്നെ ഗവൺമെന്റിനും പല രീതിയിൽ GST എന്നുള്ള രീതിയിലും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ എന്ന രീതിയിലും കാശ് കിട്ടും. അപ്പൊ ഇവരൊക്കെയാണ് ഈ പറയുന്ന പോലെ ആര്, ഈ ജെയിൻ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് കമ്പനി മാത്രമല്ല ബെനിഫിറ്റ് ചെയ്തേക്കണം നമ്മുടെ കയ്യിൽ നിന്ന്. ഈ പറയുന്ന എൻറ്റിറ്റീസ്, ഗവൺമെന്റ്, സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ബ്രോക്കറേജുകൾ കൂടെ നമ്മുടെ പൈസ
അവർക്ക് നേടിയിട്ടുണ്ട്, ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം. ഇനി നമുക്ക് ജെയിൻ സ്ട്രീറ്റിലേക്ക് വരാം. ഓക്കെ, എന്താണ് ഈ ജെയിൻ സ്ട്രീറ്റ് എന്നുള്ളത്? ഈ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2000-ൽ വാൾ സ്ട്രീറ്റിൽ ന്യൂയോർക്കിൽ കണ്ടുപിടിച്ച ഒരു ഫേമാണ്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചത് കുറച്ച് ട്രേഡേഴ്സും കുറച്ച് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോക്രാറ്റ്സും കൂടെ ചേർന്നാണ് ഈ കമ്പനി കണ്ടുപിടിച്ചതെന്നുള്ള. ഏതാണ്ട് 2200 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് US അല്ലെങ്കിൽ യൂറോപ്പ്, ഏഷ്യയിലെല്ലാം കൂടെ ചേർന്ന് അവർക്കൊരു 5 ഓഫീസസ് ഉണ്ട് എന്നുള്ള. 45 രാജ്യങ്ങളിൽ ഇവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേം ആണ്. പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേം എന്ന് പറഞ്ഞാൽ സ്വന്തം കാശ്, കമ്പനിയുടെ സ്വന്തം കാശാണ് അവർ ട്രേഡ് ചെയ്യണേ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേം. അവരുടെ സ്ട്രാറ്റജി എന്താണ്? ഹൈ ഫ്രീക്വൻസി അൽഗോരിതമിക് ട്രേഡിംഗ്, ഹൈ ഫ്രീക്വൻസി അൽഗോരിതം ട്രേഡിംഗ് പവേർഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനെ ചിലപ്പോൾ ക്വാണ്ട് സ്ട്രാറ്റജി എന്നൂടെ പറയും. അതായത് മാർക്കറ്റിൽ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അവരുടെ നെറ്റ് ട്രേഡിംഗ് റവന്യൂ എത്രയെന്നറിയോ? 2024 അവരുടെ എന്ന് വെച്ചാൽ $20.5 ബില്യൺ. $20.5 ബില്യൺ എന്ന് ശരിക്കും പറഞ്ഞാൽ അവരുടെ 2023 ഗ്രോത്തിനേക്കാളും ഡബിൾ ദ ഗ്രോത്ത് ആണ് ശരിക്കും 2024 വന്നതെന്നുള്ളതാണ്. അതായത് വേറൊരു കാര്യം ഉണ്ട്, എന്താണെന്നറിയോ? അവരുടെ റവന്യൂ ശരിക്കും പറഞ്ഞാൽ ബാങ്ക് ഓഫ് അമേരിക്കയുടെയും സിറ്റി ഗ്രൂപ്പിന്റെയും 2024 അവരുടെ ട്രേഡിംഗ് റവന്യൂ ഉണ്ടല്ലോ, ഈ ബാങ്ക് ഓഫ് അമേരിക്കയുടെ സിറ്റി, അതിനേക്കാളും വലുതായിരുന്നു ഈ കമ്പനിയായ ജെയിൻ എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ജെയിൻ അത്ര ചില്ലറക്കാരനല്ല എന്നുള്ള. എന്തുകൊണ്ട് ജെയിൻ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കി? എമർജിംഗ് മാർക്കറ്റ്സും മറ്റുള്ള 45 രാജ്യങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ ഈ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ്. ഇതിൻ്റെ രസകരമായ കാര്യം എന്താണ്? ഈ ജെയിൻ സ്ട്രീറ്റിൻ്റെ എപ്പോഴാണ് ഇത് പുറത്തോട്ട് വന്നതെന്നറിയോ? മാന്തി പൊട്ടിയതെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ബ്ലൂംബർഗിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പണ്ട്. ഈ ബ്ലൂംബർഗ് ന്യൂസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് അതായത് ജെയിൻ സ്ട്രീറ്റ് ഒരു കേസ് കൊടുത്തു. അവരുടെ ഒപ്പോണന്റ്, അതായത് കോമ്പറ്റീറ്ററായ മില്ലേനിയം ഗ്രൂപ്പിന് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ജെയിൻ സ്ട്രീറ്റ് പറഞ്ഞു വെച്ചാൽ, ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന 2 എംപ്ലോയീസ് അല്ലെങ്കിൽ കുറച്ച് എംപ്ലോയീസ് ഞങ്ങളുടെ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് മില്ലേനിയത്തിൽ കയറി ജോയിൻ ചെയ്തു. അവരിവിടുന്ന് പോകാൻ നേരത്ത് ഞങ്ങളുടെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇവരിവിടുന്ന് മോഷണം നടത്തിയിട്ട് അവിടെ കൊണ്ടുപോയി അവരും മില്ലേനിയമും കൂടെ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് അവർ ഞങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി കോപ്പി ചെയ്ത് അവർ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കി. അവർ പൈസ ഉണ്ടാക്കിയത് കാരണം ഞങ്ങളുടെ റവന്യൂ 50% കുറഞ്ഞു എന്നുള്ളവർ. ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി, അതായത് ഞങ്ങൾ ഡിവൈസ് ചെയ്ത ട്രേഡിംഗ് സ്ട്രാറ്റജി ഏതാണ്ട് ഞങ്ങൾക്ക് 2023 $1 ബില്യൺ റവന്യൂ കിട്ടിയ സ്ട്രാറ്റജിയാണ് ഞങ്ങളുടെ ഇനി അടിച്ചു മാറ്റി കൊണ്ടുപോയത് എന്നാണ് ആ കേസ് വന്നതെന്നുള്ളത്. അപ്പോൾ ആ കേസ് വന്നു. കേസിനെ കുറിച്ചുള്ള സംസാരങ്ങൾ, എന്നിട്ട് ഈ കേസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നമ്മുടെ വാൾ സ്ട്രീറ്റിലും അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റിലും ഒക്കെ ഒരു സംസാരമായപ്പോൾ ഈ വക്കീലന്മാർ 2 സൈഡിലും അറ്റോർണീസ് ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് വന്നപ്പോൾ ഈ $1 ബില്യൺ ഇറ്റ്സ് ബിഗ് മണി 2020 മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ആ കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞു. അന്ന് മുതലാണ് ശരിക്കും പറഞ്ഞാൽ സെബി ഇവരെ കുറിച്ച് അന്വേഷണം തുടങ്ങിയതെന്നുള്ള. അന്ന് മുതലാണ് ഈ ജെയിൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. ഈ സ്ട്രാറ്റജി എന്താണ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞു വെച്ചു. അതായത് അവർ ക്യാഷ് മാർക്കറ്റും ഈ പറയുന്ന പോലെ ഓപ്ഷൻസ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഓപ്പോസിറ്റ് സ്റ്റാൻഡ്സ് എടുക്കും. ഓപ്പോസിറ്റ് സ്റ്റാൻഡ്സ് എന്ന് പറയുന്നത്, അതായത് ക്യാഷ് മാർക്കറ്റിൽ ഒരു സ്റ്റാൻഡ് എടുക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ആയിരിക്കും ഈ ഓപ്ഷൻസ് മാർക്കറ്റിൽ അവർ എടുക്കുന്നതെന്നുള്ള. ഒറ്റ ദിവസം തന്നെയാണ് ഇവർ ട്രേഡിംഗ് സ്ട്രാറ്റജി ചെയ്യുന്നതെന്നുള്ള. ബാങ്ക് നിഫ്റ്റിയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ കളിക്കുന്നതെന്നുള്ള. രാവിലെ 9:30 ഇവരൊരു സ്റ്റാൻഡ് എടുക്കും ഫോർനൂൺ സെഷനിൽ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡേയിൽ ഇവർ മറ്റുള്ള സ്ട്രാറ്റജി, ഓപ്പോസിറ്റ് സ്ട്രാറ്റജി എടുക്കും. ആ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമ്മൾ വെള്ളിയാഴ്ച ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ അതിനകത്ത് പോകുന്നില്ല എന്നുള്ളതാണ്. ഈ ജെയിൻ സ്ട്രീറ്റ് അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, ഈ F&Oയിലൊക്കെ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ 15,000 കോടിയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഡൊമസ്റ്റിക് ഇന്ത്യൻ മാർക്കറ്റിൽ മേടിച്ചിട്ടുണ്ട്. അത് മാർജിനായിട്ട് വെച്ചിട്ടാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അവർ മാർജിനായിട്ട് വെച്ചിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ടാണ്, അതായത് ഒരു ലോൺ പോലെ ഈ 15,000 കോടിയുടെ ഗവൺമെന്റ് ബോണ്ട്സ് മേടിച്ച് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നതെന്നുള്ള. സെബി ഏതാണ്ട് ഏപ്രിൽ 2024 ശരിക്കും പറഞ്ഞാൽ ഇവർക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത്. അവർ ആ സ്ക്രൂട്ടണി പീരീഡ് എന്ന് പറഞ്ഞാൽ January 1, 2023 മുതൽ March 31, 2025 വരെ ഇവരൊരു എൻക്വയറി നടത്തി. അതായത് 27 മാസം, അതായത് 2 കൊല്ലവും 3 മാസവും ഇവർക്കെതിരെ എൻക്വയറി നടത്തി. NSEയുടെ കയ്യിൽ നിന്ന് ഇവർ ഫയലും പേപ്പേഴ്സും ഒക്കെ മേടിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവർ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ജെയിൻ ഉണ്ടാക്കിയ പ്രോഫിറ്റ്, അതായത് 21 എക്സ്പയറി ഡേയിൽ അവരുണ്ടാക്കിയ പ്രോഫിറ്റ് 36,502 കോടിയാണ്. 36,502 കോടി. ഈ 36,502 കോടിയുടെ ബ്രേക്കപ്പ് ഉണ്ട്. അതെന്താണെന്നറിയോ? അതായത് ഇൻഡെക്സ് ഓപ്ഷൻസിലെ പ്രോഫിറ്റ് 43,289 കോടി, സ്റ്റോക്ക് ഓപ്ഷൻസിൽ 900 crores. അപ്പോൾ 900 crores
43,289 crores കൂടെ അവർ പ്രോഫിറ്റ് അവർക്ക് കിട്ടി. അതുകൂടാതെ കുറച്ച് ലോസ് ഉണ്ട്. ഇവർക്ക് ലോസ് വന്നത് എന്താ? സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർക്ക് കുറച്ച് ലോസ് വന്നിട്ടുണ്ട്. 7,208 കോടി ലോസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ക്യാഷ് സെഗ്മെന്റിൽ അവർക്ക് വന്ന ലോസ് 288. അപ്പോൾ ഈ രണ്ട് ലോസും കൂടെ ആ പ്രോഫിറ്റ് ആയിട്ടുള്ള 43,289 കോടിയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 36,502 കോടി. അതാണ് അവർ ടോട്ടലായിട്ട് ഉണ്ടാക്കിയത് 21 എക്സ്പയറി ഡേയ്സിൽ എന്നുള്ളതാണ് ഈ മനസ്സിലാക്കുന്നത് കേട്ടോ. അതായത് സെബി പറയുന്നതെന്ന് വെച്ചാൽ അതിൽ 15 ദിവസത്തെ എന്താ പറയുക ഒരു മാർക്കറ്റ് എക്സ്പയറി ഡേയ്സിൽ ഉണ്ടാക്കിയ 4,844 കോടിയാണ് ഇല്ലീഗൽ മീൻസിലുണ്ട്. അതായത് 36,000 കോടിയും ഇല്ലീഗൽ അല്ല. 36,000 കോടിയിലെ 4,844 കോടി ആണ് ഇവർ ഇല്ലീഗലി ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇന്ററിം ഓർഡർ ആട്ടോ. ഇന്ററിം ഓർഡർ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രേഡുകളും കിട്ടിയിട്ടില്ല. ഇതൊരു ചെറിയൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. കൂടുതലും ബാങ്ക് നിഫ്റ്റിയിലാണ്. ഇനി നിഫ്റ്റിയിൽ എന്താണ് മറ്റുള്ളത് എന്താണെന്ന് പറഞ്ഞു വരണുള്ളൂ. അപ്പം 4,844 കോടി ആണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതാണ് ശരിക്കും പറഞ്ഞാൽ സെബി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ബ്രോക്കർ അല്ല. ജെയിൻ സ്ട്രീറ്റ് ഇന്ത്യയിൽ ബ്രോക്കർ അല്ല. അവരൊരു ബ്രോക്കിംഗ് കമ്പനി വഴിയാണ് അവരുടെ ട്രേഡിങ്സ് നടത്തുന്നത്. അതാണ് ഈ നുവാമ. പണ്ട് എഡൽവൈസ് എന്നുള്ള പേരിൽ ഏതാണ്ട് നമ്മൾ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 10% തൊട്ട് 11% വരെ ഡൗൺ ആയിരുന്നു. കാര്യം അവർ വഴിയാണ് ഇത് ബ്രോക്കിംഗ് നടത്തിയത്. ഇനി അവർ കേസിൽ പെടുമോ അല്ലെങ്കിൽ ഇനി അവരുടെ ട്രാൻസാക്ഷൻസ് ജെയിൻ സ്ട്രീറ്റിനെ ബാൻ ചെയ്ത അവരുടെ ആ വോളിയം കുറയും. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിൽ കുറയും എന്നുള്ള ഒരു ആശങ്ക കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ നമുക്കറിയാലോ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്ചേഞ്ചുകൾക്ക് വളരെ ബാഡാണ്. കാര്യം വെച്ചാൽ ജെയിൻ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് കമ്പനി ഉണ്ടല്ലോ, ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് വോളിയത്തിന്റെ 50% ഇതേപോലത്തെ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് കമ്പനി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പോവുകയാണെങ്കിൽ മാർക്കറ്റിലെ വോളിയം 35% ഡൗൺ ആവുന്നവരെ പല മാർക്കറ്റ് കമന്റേറ്റേഴ്സും പറയുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ 2024 11,219 FPIs ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ രജിസ്റ്റർ ചെയ്തതിൽ ഏതാണ്ട് 2.5% ഇതേപോലത്തെ അൽഗോ ട്രേഡിംഗ്. പക്ഷെ അവരെത്ര വലുതാണെന്ന് ആലോചിച്ചു. അവർ ഒരുപാട് FIs ഉണ്ട്. നമ്മൾ മോർഗൻ സ്റ്റാൻലി, ബാങ്ക് ഓഫ് അമേരിക്ക, അല്ലെങ്കിൽ മെക്വയറെ, CLSA എന്നൊക്കെ പറയുന്ന ഒരുപാട് കമ്പനികളുണ്ടല്ലോ. അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ 2.5%. അങ്ങനെ 11,200 പേരുള്ളതിൽ 2.5% മാത്രമേ ഉള്ളൂ ഈ അൽഗോയിൽ. പക്ഷേ അവരാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഏതാണ്ട് ഓപ്ഷൻസ് ട്രേഡിംഗ് വോളിയത്തിന്റെ 50% കൺട്രോൾ ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ അൽഗോ ട്രേഡിംഗിന്റെ ഒരു NSE ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇവർ ഏതാണ്ട് 65% ഡെറിവേറ്റീവ് മാർക്കറ്റും 55% ക്യാഷ് മാർക്കറ്റിലുമാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓൾറെഡി തന്നെ സെബിയുടെ റെഗുലേഷൻ കാരണം F&Oയിൽ വോളിയം കുറഞ്ഞു വരികയാണ്. അതായത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ 537 ട്രില്യൺ ആയിരുന്നു, കുറഞ്ഞു ഇപ്പോൾ 346 ട്രില്യൺ ആയി എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെയാണ് ഇവരെ ബാൻ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അത് മാത്രമല്ല ഇതിൻ്റെ വേറൊരു നെഗറ്റീവ് എഫക്റ്റ് പറഞ്ഞുതരാം. ഇവരെ ബാൻ ചെയ്ത് കാരണം നുവാമ മാത്രമല്ല താഴെ പോയത്, അസോസിയേറ്റഡ് വേറൊരു കമ്പനിയായ ഏഞ്ചൽ വണ്ണിൻ്റെ 6% 5.9% ഡൗൺ ആണ്. BSE ഡൗൺ ആണ്. കാര്യം BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് 6.4% അവിടെ ഡൗൺ ആയിരുന്നു. CDSL അതായത് അവർ ഡെപ്പോസിറ്ററി ആണല്ലോ, അവരെയും കൂടെ അഫക്ട് ചെയ്യുന്ന വിചാരിച്ച് 2.3% അവരെയും ഡൗൺ ആണെന്നുള്ള. ഈ സെബിയുടെ ഈ ട്രേഡിങ്ങിന്റെ കാര്യം നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടാക്സ് സൈഡ് നമുക്ക് നോക്കണം. അതായത് സെബി പറയുന്നത് വെച്ചാൽ നമ്മൾ ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമല്ലോ. ഈ ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രാഡേ ഒക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റിനെ അതിൻ്റെ ഫ്രീക്വൻസി എത്രത്തോളം നമ്മൾ ട്രേഡ് ചെയ്യണമെന്ന് വെച്ച് നോക്കിയിട്ട് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വിൽക്കുമ്പോൾ അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻസ് ആണ് അല്ലേ. അതേസമയം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ക്യാഷ് മാർക്കറ്റിൽ സെബി അതിനെ പറയുന്നത് ബിസിനസ് ഇൻകം ആണ്. ബിസിനസ് ഇൻകം എന്ന് മാത്രമല്ല സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ഇൻട്രാഡേ ഒക്കെ ട്രേഡ് ചെയ്യുന്ന സ്പെക്കുലേറ്റീവ് ബിസിനസ്. ഈ ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻസ് പറഞ്ഞാൽ നമുക്ക് അറിയാലോ 12.5%, 20% ഓൺ ദ പ്രോഫിറ്റ്സ് ദാറ്റ് യു മേക്ക്. ഷോർട്ട് ടേമിൽ ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ 20% ഓൺ ദ പ്രോഫിറ്റ്സ് ദാറ്റ് യു മേക്ക്. ലോങ് ടേം എന്ന് പറഞ്ഞാൽ 12.5% പ്രോഫിറ്റ്സിൽ ഉണ്ടാക്കുന്ന 12.5%. ബട്ട് നമ്മൾ ബിസിനസ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കൊരു കൊല്ലം എനിക്കിപ്പോൾ വരവ് 10 ലക്ഷമാണെന്ന് വിചാരിക്കാം. ഈ 10 ലക്ഷത്തിൻ്റെ കൂടെ ഞാൻ ഈ ട്രേഡ് ചെയ്തിട്ട് 3 ലക്ഷം കൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ ഈ 10 ലക്ഷം എൻ്റെ വരവിൻ്റെ മുകളിൽ ഈ 3 ലക്ഷം കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഏത് സ്ലാബിലാണോ ഇൻകം ടാക്സിൻ്റെ 10-ലാണോ 5-ലാണോ 20-ആണോ 30-ആണോ അത് വെച്ച് തന്നെ സ്ലാബിൽ ടാക്സ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്? എനിക്കിത് സെറ്റ് ഓഫ് ചെയ്യാം. അതായത് എനിക്ക് ഒരു ട്രേഡിൽ 2 ലക്ഷം രൂപ നഷ്ടം വന്നു, വേറൊരു ട്രേഡിൽ 3 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ സെറ്റ് ഓഫ് ചെയ്ത് 1 ലാഖിൻ്റെ പ്രോഫിറ്റ് ആയിട്ട്, അതായത് സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗ് ലോസുകൾ വെച്ച് മാത്രമേ എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്യൂച്ചേഴ്സ് ആൻഡ് അതിൽ F&O ട്രേഡിങ്ങിൽ ഗവൺമെൻറ് ഭയങ്കര രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇൻകം ടാക്സ് എന്നാണ്. അതായത് ബിസിനസ് ഇൻകമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഒരു കൊല്ലത്തെ വരവിൻ്റെ മുകളിൽ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ട്രേഡിംഗ് പ്രോഫിറ്റും കൂടി ഇട്ടിട്ട് നിങ്ങളെ സ്ലാബിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യണം. പക്ഷേ സ്പെക്കുലേറ്റീവ് അല്ല. അതായത് നിങ്ങൾക്ക് കച്ചവടമുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കടയുണ്ട്, അതിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് 5 ലക്ഷം രൂപ ഉണ്ടാക്കി.
എന്നാൽ F&O ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നഷ്ടം ഉണ്ടാക്കിയാൽ അതിനെ ഈ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് 5 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്ത് നിങ്ങളുടെ ടോട്ടൽ നിങ്ങളുടെ 3 ലക്ഷം മാത്രമേ നിങ്ങളുടെ ഇമ്പാക്റ്റ് ഉള്ളൂ. അപ്പോൾ സ്പെക്കുലേറ്റീവ് ആയിട്ടല്ല, നിങ്ങൾക്ക് ബിസിനസ്സിൽ വരുന്ന ലോസും കൂടെ ഇതിനകത്ത് സെറ്റ് ഓഫ് ചെയ്യാം. അതായത് അതിൻ്റെ അർത്ഥം ഇൻകം ടാക്സിൻ്റെ റൂള് പോലും F&Oനെ കുറച്ച് ഫേവർ ചെയ്ത്, അതായത് ഒരു ചിറ്റമ്മ നയം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്കറിയാം ബിഗ് പ്ലെയേഴ്സാണ് ഇതിനകത്ത് പൈസ ഉണ്ടാക്കണത്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഗവൺമെന്റിന് ഇതിനകത്തുനിന്ന് എന്തെല്ലാം രീതിയിൽ പൈസ കിട്ടി. ഗവൺമെന്റ് കിട്ടി എന്താ? STT കിട്ടി, GST കിട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി കിട്ടി, ബ്രോക്കറേജസിന് ഈ പറയുന്ന പോലെ ബ്രോക്കിംഗ് കമ്മീഷൻ കിട്ടി. ഓക്കെ, എക്സ്ചേഞ്ചിന് എക്സ്ചേഞ്ച് ഫീ, NSEയും BSEക്കും സന്തോഷമായിട്ട് കാശ് കിട്ടി. IT-കാർക്ക് ടാക്സ് കിട്ടി, ടാക്സ് ബിസിനസ് ഇൻകം ആയിട്ടുള്ള ടാക്സ് കിട്ടി, അതൊരു വലിയ തന്നെയാണ്. എന്താ ഈ പൈസ ഗവൺമെന്റും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സാധാരണക്കാർക്ക് തിരിച്ചു കൊടുക്കുമോ? അതായത് ജെയിൻ സ്ട്രീറ്റിന് 4800 കോടി ഇമ്പൗണ്ട് ചെയ്തു എന്ന് പറയുന്നത്, അതായത് കണ്ടുകെട്ടി എന്ന് പറയുന്ന അർത്ഥം, അല്ലെങ്കിൽ ജപ്തി ചെയ്തു എന്ന് പറയുന്ന വാക്ക് അർത്ഥം വരുന്നു. എന്നാൽ ഇതിൽ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ കാശുണ്ടല്ലോ, അതായത് എക്സ്പെൻസ്, ഈ ഗവൺമെന്റും എക്സ്ചേഞ്ചും സെബിയും ഈ പറയുന്ന പോലെ ബ്രോക്കറേജസ് എല്ലാം കൂടെ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ജെയിൻ സ്ട്രീറ്റ് മാത്രമേ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ളൂ. ഇവരെല്ലാവരും ഈ കുറ്റത്തിന്റെ പാർട്ടി അല്ലേ? ദാറ്റ് ഈസ് ബ്ലഡ് മണി അല്ലേ? നമ്മുടെ സാധാരണ ജനങ്ങളുടെ ബ്ലഡ് മണിയാണ് അതിനകത്ത് കിടക്കണമെന്നുള്ള. ഗവൺമെന്റ് അതുകൂടെ തിരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെന്റ് മാത്രമല്ല സെബിയും എക്സ്ചേഞ്ചും ഒക്കെ ചെയ്യണമെന്നുള്ള. പിന്നെ ഞാൻ ഈ പറയുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സെബിയുടെ കാര്യം വളരെ രസമാട്ടോ. അതായത് നമ്മുടെ നിഫ്റ്റിയുടെ 30% ബാങ്ക് നിഫ്റ്റിയാണ്. ഈ ബാങ്ക് നിഫ്റ്റിയുടെ ടോപ്പ് ആയിട്ടുള്ള HDFC ബാങ്ക് ഏതാണ്ട് 28% അതിന്റെ വെയിറ്റേജ് ബാങ്ക് നിഫ്റ്റിയിൽ. എനിക്ക് തോന്നുന്നു ICICIക്ക് 25%, SBIക്ക് 8.5% അങ്ങോട്ടാണ്. ഇവർ 3 പേരും കൂടെ ചേർന്നതിന് ബാങ്ക് നിഫ്റ്റിയിൽ 60-62% അവരാണ് ഹോൾഡ് ചെയ്യണത്. അപ്പൊ HDFC മാത്രം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി അന്നത്തെ ദിവസം ഡൗൺ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അതായത് വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ നിഫ്റ്റി, അതും കൂടെ സെബി റീലുക്ക് ചെയ്യണം എന്നുള്ളത്. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ചു, നമ്മളൊരു NBFC ആണെന്ന് വിചാരിക്കും, നമ്മൾ ടോട്ടലായിട്ട് നമ്മുടെ 90% ലോണും 1-2 കോർപ്പറേറ്റിന് മാത്രം കൊടുക്കുകയാണ്. അവർ ഡിഫോൾട്ട് ചെയ്ത് എന്താവും? നമ്മുടെ 90% ലോണും പോകും. അതേപോലെ SDFC മാത്രം വെച്ച്, അല്ലെങ്കിൽ SDFC ICICയും കൂടെ വച്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇൻഡെക്സിൽ ഒരുപാട് അൺനാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ് അതിനകത്ത് രസം. അപ്പൊ ഈ വെയിറ്റേജും കൂടെ സെബി ഒന്ന് പഠിക്കണം എന്നുള്ളത് നല്ലത് തന്നെയായിരിക്കും. നമ്മളിതൊന്നും പറയാൻ വലിയ ആൾക്കാരൊന്നുമല്ല, നമുക്ക് ഇവിടെ ഇരുന്ന് അഭിപ്രായം പറയാൻ നല്ലത് വേറെ എന്താ കാര്യം. ഇപ്പോൾ ഈ പറയുന്ന പോലെ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? അവർ ഇല്ലീഗലാണെന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ആ സിസ്റ്റമിക് റിസ്ക് അല്ലെങ്കിൽ ആ സിസ്റ്റമിക് ഫോൾട്ട് യൂട്ടിലൈസ് ചെയ്താണ് അവർ ചെയ്തേക്കണത്. അവരിപ്പോൾ പറഞ്ഞേക്കണമെന്നറിയോ? അവരിപ്പോൾ പറഞ്ഞേക്കണത് ഈ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവർ 2 രീതിയിൽ ഇവരെ കമ്പനിയെ ഡിവൈഡ് ചെയ്തു. ഒന്നെന്ന് പറയുന്നത് അവർ 2 ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി. JS1 ഇൻവെസ്റ്റ്മെന്റ്സ് എന്നും JS12 എന്ന് പറയുന്ന 2 ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടാണ് അതിൽ കൂടെയാണ് ഇവർ ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തത്. ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണ പ്രോഫിറ്റിന് ടാക്സ് ഉണ്ടല്ലോ. എന്നാൽ ഇവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് ക്യാഷ് മാർക്കറ്റ് ചെയ്യണൊക്കെ ലോസ് ആണ്. അപ്പൊ ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട. എങ്ങനെയുണ്ട്? പിന്നെ F&Oയിൽ എന്താണ്? F&Oയിൽ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇവർ സിംഗപ്പൂർ ഹോങ്കോങ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഇവർ FI ഉണ്ടാക്കി. ഇവർ ഓപ്ഷൻസ് മാർക്കറ്റിൽ കളിക്കുന്ന കമ്പനി, അവിടെയാണ് ബുള്ളിഷ് സ്റ്റാൻസ് എടുക്കുന്നത്. അതിൽ അവർ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാക്സ് അടയ്ക്കണ്ടേ? പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. നമ്മളും സിംഗപ്പൂരും തമ്മിലുള്ള ട്രീറ്റിയിൽ സിംഗപ്പൂരിൽ നിന്നുള്ള FIക്ക് നമുക്ക് ടാക്സ് അടയ്ക്കണ്ട. അപ്പോൾ അവർ സിംഗപ്പൂർ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ കുറവുകളും ന്യൂനതകളും കണ്ടുപിടിച്ച് ആ ലൂപ്പ് ഹോളും സിസ്റ്റമിക് ആയിട്ടുള്ള എററും ചെയ്തു തന്നെയാണ് ഈ ജെയിൻ സ്ട്രീറ്റ് ചെയ്തതെന്നുള്ളത്. ഇപ്പൊ ഇന്ത്യ ഗാർ വയലേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ജെയിൻ സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഇത്രത്തോളം ഒരു ഹൈ വോളിയം ട്രേഡിനെ നമ്മൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും? ഒരു മോറൽ ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ആസ്പെക്ട്സും മറ്റ് പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയും ഒക്കെ തന്നെ അവിടെ നിൽക്കട്ടെ, മോറലി നമുക്ക് ഇതിനെ എങ്ങനെ ജെയിൻ സ്ട്രീറ്റ് ചെയ്തതിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും? മോറലി നമുക്ക് ഒരിക്കലും ഇതിനെ ജസ്റ്റിഫൈ ആക്കൂല. ആ ബ്ലഡ് മണി ട്രേഡിൽ ഗവൺമെന്റും എക്സ്ചേഞ്ചസും സെബിയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രോക്കറേജും ഉണ്ടാക്കിയ പൈസയ്ക്കും നമുക്ക് മോറലി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഈ കേസ് എനിക്ക് തോന്നുന്ന വെച്ചാൽ ഈ കേസ് നിലനിൽക്കില്ല. ഇവർ സുപ്രീം കോടതിയിൽ ഈ കേസ് പോവുകയാണെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന റെഗുലേഷൻസ് പാലിച്ച് തന്നെയാണ് ഇവർ ചെയ്തേക്കണേ എന്നുള്ള. ഇങ്ങനെയൊക്കെ നമുക്കൊരു ന്യൂസ് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ ഇത് എങ്ങനെ ഊരിത്തിരിഞ്ഞു വരുന്നുള്ളത് നമുക്ക് അറിയില്ല. അത് മാത്രമല്ല, ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് അവിടെ ഇരിപ്പുണ്ട്. ഇനി ടാരിഫിന് അദ്ദേഹം കൂടെ പറയാം, ഞങ്ങളുടെ കമ്പനികളെ ഇവിടെ നിങ്ങൾ ക്രൂസിഫൈ ചെയ്യണമെന്നുള്ള പറച്ചിലും കൂടെ വരുമോ എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് മാത്രം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഇതൊരു വലിയ കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇന്നിന് സമയമില്ല, നമുക്ക് ഏതാണ്ട് 10 എന്നുള്ളതാണ്. നമുക്ക് ഇന്നൊരു സ്റ്റോക്കും പറയാത്തതുകൊണ്ട് ഡിസ്ക്ലൈമർ പറയേണ്ട കാര്യമില്ലെന്നാണ്. എന്നാലും ജാസ്മിൻ അത് പറഞ്ഞോളൂ.
യെസ്, ഏതായാലും നമ്മൾ ജെയിൻ സ്ട്രീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ 2 ആസ്പെക്റ്റാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ക്വയറീസ് വരുന്നുണ്ട്. ജെയിൻ സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവറോൾ വ്യൂ ഇപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടിക്കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ഫോറത്തിൽ നമ്മൾ സംസാരിക്കുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു. ഇനി അടുത്ത മണിക്കൂറുകളിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺ.